മംഗലാപുരം നെഹ്റു മൈതാനിയിൽ ഒരാഴ്ചയോളമായി സംഘടിപ്പിച്ചു വരുന്ന ഈ മഹത്തായ വലിയ ഒരു പ്രദർശന നഗരിയും അതുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങളുടെയും ഒരു മഹാസമ്മേളനത്തിൻ്റെ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹപ്രവർത്തകന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ വിലപ്പെട്ട സമയങ്ങളെ അല്ലാഹുവിങ്കിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്ന ഒരു പുണ്യകർമ്മമായി നമ്മളിൽ നിന്നെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. സ്വർഗപ്രവേശനത്തിന് നമുക്ക് അർഹത നൽകുന്ന ഒരു കർമ്മമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ 9-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു പ്രദർശന നഗരി ദ മിറാക്കിൾ എന്ന പേരിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന, പ്രധാനമായി 2 ഭാഷകളിലുള്ള വളരെ കൃത്യവും വ്യക്തവുമായ ഇസ്ലാമികമായ ഒട്ടേറെ കാര്യങ്ങളെ സംബന്ധിച്ച് സമൂഹത്തിന് ബോധവൽക്കരണം നടത്തുന്ന ഒരു വലിയ പ്രദർശന നഗരി കഴിഞ്ഞ 9-ാം തീയതി മുതൽ ഇന്ന് 15-ാം തീയതി ഈ സമയം വരെ ഒരാഴ്ചയോളം കാലത്ത് 9 മണി മുതൽ രാത്രി 10 മണി വരെ നീണ്ടു നിൽക്കുന്ന ആ മഹാപ്രദർശന നഗരിയിലൂടെ കടന്നുപോയത് 50,000-ഓളം ആളുകളായിരുന്നു എന്നതാണ് ഒരു പ്രാഥമികമായ കണക്കിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ധാരാളക്കണക്കിന് സ്ത്രീ പുരുഷന്മാർ, മുസ്ലിമീങ്ങളും ഇസ്ലാം എന്താണെന്ന് തീരെ മനസ്സിലാക്കിയിട്ടില്ലാത്തവരും, ഇസ്ലാമിനെ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ കന്നഡയിലും വളരെ കൃത്യമായി ഇസ്ലാമികമായ സന്ദേശങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ആളുകൾ വളരെ കൃത്യമായി തയ്യാറാക്കിയ ഈ മഹാപ്രദർശന നഗരിയിൽ വെച്ച് അവർ ഇസ്ലാമിനെ സംബന്ധിച്ച് പല കാര്യങ്ങളും പഠിച്ചു, മനസ്സിലാക്കി എന്നവർ എഴുതി വെച്ചു. മനുഷ്യരായ നമ്മൾ എന്തിന് ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ ഉതകുന്ന നിലക്കുള്ള കൃത്യമായ സന്ദേശങ്ങൾ ഞാനും നിങ്ങളുമൊക്കെ ആരായിരുന്നു, എവിടെയായിരുന്നു, നമ്മുടെ മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ ഒരു കുഞ്ഞായി രൂപാന്തരം പ്രാപിക്കുന്ന ആ അവസ്ഥ മുതൽ അവിടുന്ന് അങ്ങോട്ട് ഗർഭാശയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ മാറ്റങ്ങൾ വരെ വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വചനങ്ങളുടെയും വെളിച്ചത്തിൽ ഈ പ്രദർശന നഗരിയിൽ ജനങ്ങൾ കണ്ടു മനസ്സിലാക്കുകയുണ്ടായി. മനുഷ്യ, നിന്റെ ജീവിതം എന്ന് പറയുന്നത് നീ ഇപ്പോൾ താമസിക്കുന്ന ഈ ഭൂമിയിൽ ഒടുങ്ങേണ്ടതല്ല. ഇവിടെ നിന്നും നിനക്ക് മറ്റൊരു ലോകത്തേക്ക് യാത്ര പോകേണ്ടതുണ്ട്. നീ മരിക്കുന്നതോടുകൂടി നിന്റെ ജീവിതം അവസാനിക്കുകയല്ല, മറിച്ച് വിശാലമായ, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത അനന്തമായ മറ്റൊരു ജീവിതത്തിലേക്ക് നീ മരണത്തോടുകൂടെ കാലെടുത്ത് വെക്കുകയാണ്. ഇവിടെ നീ ചെയ്തിട്ടുള്ള ഓരോ കർമ്മങ്ങളും നിനക്കവിടെ നന്മയാണെങ്കിൽ രക്ഷയായി വരും, തിന്മയാണെങ്കിൽ ശിക്ഷയായി വരുമെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഇസ്ലാം പഠിപ്പിച്ച മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണം, അത് ഈ ലോകത്തിന് പകർന്നുകൊടുത്ത മഹാരഥന്മാരായ പ്രവാചകന്മാരെന്ന മഹാമനുഷ്യന്മാരെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരണങ്ങൾ
മനുഷ്യന്റെ തുടക്കം മുതൽ അവന്റെ മരണം വരെയുള്ള, ഇനി മരണത്തിന്റെ ശേഷം അവൻ അഭിമുഖീകരിക്കാനുള്ള വ്യത്യസ്തങ്ങളായ കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിപ്പിക്കുന്ന നിലക്ക് ഇത് കാണുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ആളുകളോട് ഈ പ്രദർശന നഗരി വിളിച്ചു പറഞ്ഞത്, സഹോദര, നമുക്കെല്ലാം മരിക്കണം. ആ മരണത്തിന്റെ ശേഷമുള്ള ജീവിതമാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം. അവിടെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കണമെങ്കിൽ നിന്നെ നീയാക്കി മാറ്റിയ, വളർത്തിയ, പരിപാലിച്ച, നിന്നെ മാത്രമല്ല പ്രപഞ്ചത്തെ ആകമാനവും പ്രപഞ്ചത്തിലുള്ളവരെയും സൃഷ്ടിച്ച് സംരക്ഷിച്ചു പരിപാലിച്ചു പോരുന്ന ഏകനായ അല്ലാഹ് റബ്ബുൽ ആലമീൻ, സർവലോകരുടെയും രക്ഷിതാവും നിയന്താവും സംരക്ഷകനുമായ ആ നാഥനെ മാത്രമായിരിക്കണം നീ ആരാധിക്കേണ്ടത്. അതല്ലെങ്കിൽ നീ നിന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമമായിരിക്കും അത്. നിനക്ക് വേണ്ടതെല്ലാം നൽകി നിന്നെ പരിപാലിച്ച് സംരക്ഷിച്ചു പോരുന്ന രാജാതിരാജനായ സൃഷ്ടാവായ ഈ ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണം ആരുടെ കയ്യിലാണോ ആ നാഥനോട് നടത്തുന്ന നിന്റെ ഏറ്റവും വലിയ നന്ദികേടായിരിക്കും അത് എന്ന് മനുഷ്യനെ ബോധവൽക്കരിച്ചു. ഇവിടെ നടന്ന് കണ്ടിട്ടുള്ള ഈ പ്രദർശന നഗരിയിൽ ഒരാഴ്ചയോളമായി കടന്നുപോയ വ്യത്യസ്ത പ്രായക്കാരും വ്യത്യസ്ത വിദ്യാഭ്യാസ നിലവാരത്തിലുള്ളവരും വ്യത്യസ്തങ്ങളായതിന്റെ ഇതോടുകൂടെ അവസാനിക്കുകയല്ല. ഈ മഹത്തായ പ്രദർശനം, ഈ എക്സിബിഷൻ, ദ മിറാക്കിൾ എന്ന പേരിലുള്ള ഈ എക്സിബിഷൻ ഇവിടെ ഇന്ന് സമാപിക്കുമ്പോഴും ഒരു മഹാദഅ്വാ സംരംഭത്തിന്റെ ഇസ്ലാം ഒരിക്കലും തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും മതമല്ലെന്ന് സമൂഹത്തിന്റെ മുമ്പിൽ യുക്തിയുക്തം പ്രമാണങ്ങൾ ഉദ്ധരിച്ച് അതിന്റെ കൃത്യമായ പ്രമാണങ്ങളിലൂടെ അഥവാ പരിശുദ്ധ ഖുർആനിലൂടെ അതിന്റെ ആധികാരിക വ്യാഖ്യാതാവായ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളിലൂടെ ഉദ്ധരിച്ച ആളുകൾക്ക് ഹൃദ്യമായി ഇസ്ലാമിനെ മനസ്സിലാക്കുവാനും പഠിക്കുവാനും വളരെ സമാധാനപൂർവം ഇതിന്റെ ആശയങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും ഉതകുന്ന നിലക്ക് ഈ ക്യാമ്പയിൻ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, സഹോദരന്മാരെ, ഏതാനും ചില കാര്യങ്ങളിലേക്ക് എന്റെയും നിങ്ങളുടെയും ശ്രദ്ധ ക്ഷണിക്കാൻ ഞാൻ എൻ്റെ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഈ ലോകം അങ്ങനെ തന്നെയല്ലേ സഹോദരന്മാരെ സംഭവിക്കാൻ പോകുന്നത്? നീ എന്ന് മരിക്കാനാണ് ആഗ്രഹിക്കുന്നത്? ഏതു മണ്ണിൽ മരിച്ചു വീഴാനാണ് നീ ആഗ്രഹിക്കുന്നത്? മരിക്കുന്ന നേരത്തും നമ്മോട് അഭിപ്രായം ചോദിക്കില്ല. അള്ളാഹു നിശ്ചയിക്കുന്ന ഒരു സമയത്ത്, അള്ളാഹു നിശ്ചയിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച്, അള്ളാഹ് നിശ്ചയിക്കുന്ന ഒരു രൂപമേതാണോ ആ രൂപത്തിൽ തന്നെ നമ്മളെല്ലാം ഈ ലോകത്ത് നിന്ന് വിട പറയും. ആ സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് അതേ എല്ലാ ഘട്ടത്തിലും നമ്മുടെ പ്രാർത്ഥന തവഫനാ മുസ്ലിമീൻ, അള്ളാഹുവേ നീ ഞങ്ങളെ മുസ്ലിമായി മരിപ്പിക്കണേ, മുസ്ലിമീങ്ങളായി മരിപ്പിക്കണേ. വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കുറെ മഹാന്മാർ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. അവര് പോയ ലോകത്തേക്ക് അവരുടേതായ രൂപത്തിലുള്ള മഹാരഥന്മാരായ ആളുകളെ നാളെ പരലോകത്ത് റബ്ബ് പ്രത്യേകമായ ഒരവസ്ഥയിലും പ്രത്യേകമായ സ്ഥാനവും നൽകി ആദരിക്കുമ്പോ അവരുടെ കൂടെ പോയി നിൽക്കാൻ, അവരുടെ ഈ ഭാഗത്തിൽ പെടാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ. എവിടെ വെച്ച് മരിക്കുന്നു എന്നതല്ല പ്രശ്നം, എങ്ങനെ മരിക്കുന്നു എന്നതാണ് പ്രശ്നം. അതേ മുസ്ലിമായി മരിക്കാൻ കഴിയുന്നുവോ, അതോ മുസ്ലിമല്ലാതെ ഏറ്റവും മോശപ്പെട്ട നിലക്കുള്ള സൂൽ ഖാതമത്തിലേക്കാണോ പോകുന്നത്? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു തആല പറഞ്ഞില്ലേ, വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട നിലക്ക് നിങ്ങൾ സൂക്ഷിക്കണേ. വലാ തമി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരുടെയെങ്കിലും അന്തിമമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയി തീർന്നാൽ അവൻ സ്വർഗപ്രവേശനത്തിന് യോഗ്യനായി എന്നാണ്
അത് അല്ലാഹുവാണ് തീരുമാനാണോ അത് മനസ്സുകൊണ്ട് പറഞ്ഞത്, അതേ അവസ്ഥയിലാണോ മരണപ്പെട്ടു പോയത്, നമുക്കറിയാൻ കഴിയില്ല. അതുകൊണ്ട് നിരന്തരം നമ്മൾ റബ്ബിനോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്, നേരായ മാർഗത്തിൽ നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണം, നീ അതിലേക്ക് നീ ഞങ്ങളെ വഴി ചേർക്കണം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴിയിലേക്ക് നീ ചേർത്ത് തരണേ. അല്ലാഹുവിന്റെ അനുഗ്രഹം കിട്ടിയവരാണ് ഈ ലോകത്ത് മുമ്പ് കഴിഞ്ഞു കടന്നുപോയ അമ്പിയാക്കന്മാർ, അതുപോലെ തന്നെ ശുഹദാക്കൾ, അതുപോലെ തന്നെ സിദ്ദീഖീങ്ങൾ, അതുപോലെ തന്നെ സാലിഹീൻ. ഇവരുടെയൊക്കെ വഴിയിൽ നീ ഞങ്ങളെ ചേർത്ത് തരണേ എന്നും ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, നിന്റെ ശാപത്തിനും കോപത്തിനും വിധേയരായ യഹൂദികളുടെയോ നസാറാക്കളുടെയോ അവരുടെ പാത പിന്തുടർന്ന് ജീവിക്കുന്ന ഏതൊക്കെ പിഴച്ച കക്ഷികളുണ്ടോ ആ പിഴച്ച കക്ഷികളിലൊന്നും എന്നെ നീ ഉൾപ്പെടുത്താതെ, അവരുടെയൊന്നും വ്യതിയാനങ്ങളിലേക്ക് നീ എന്നെ കൊണ്ടുപോകാതെ, നിന്റെ അനുഗ്രഹത്തിന് വലിയ സൗഭാഗ്യം കിട്ടിയിട്ടുള്ള നബിമാര് കഴിഞ്ഞു പോയല്ലോ, ശുഹദാക്കള് കഴിഞ്ഞു പോയല്ലോ, സിദ്ദീഖുകള് കഴിഞ്ഞു പോയല്ലോ, സാലിഹീങ്ങൾ കഴിഞ്ഞു പോയല്ലോ, ആ മാർഗത്തിലേക്ക് നീ എന്നെയും വഴി ചേർക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അതേ ദിനവും എല്ലാ 5 നേരവും 17 റക്അത്തുകളിലൂടെയായി നമ്മൾ നിർബന്ധമായും സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആമീൻ. ഈ ചോദ്യത്തിന് നീ ഉത്തരം തരണേ, ദുആ സ്വീകരിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓ എന്റെ മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ഏതൊരു പ്രാർത്ഥനയും അത് അർത്ഥവത്തായി തീരണമെങ്കിൽ ഇസ്ലാമിനൊരു നിബന്ധനയുണ്ട്. കേവലം ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് മതിയാക്കലല്ല, പ്രാർത്ഥനയിൽ അവസാനിപ്പിക്കലല്ല, മറിച്ച് ഞാൻ എന്തിനു വേണ്ടി എന്റെ റബ്ബിനോട് ദുആ ചെയ്തുവോ അത് എനിക്ക് കിട്ടാൻ വേണ്ടത് ഞാൻ എന്ത് ചെയ്യണമെങ്കിൽ അത് ചെയ്തേ പറ്റൂ, ഞാൻ അന്വേഷിക്കണം. അതേ നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ അല്ലാഹുവോട് ചോദിക്കുന്നില്ലേ, അല്ലാഹുവേ നീ എനിക്ക് ഹിദായത്ത് തരണം, നീ എനിക്ക് ആരോഗ്യം തരണം, നീ എനിക്ക് ഇങ്ങനെ ധാരാളം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്. അല്ലാഹുവേ നീ എനിക്ക് റിസ്ക് തരണേ, ഭക്ഷണം തരണേ എന്ന് പ്രാർത്ഥിക്കുകയും ആരോഗ്യം തരണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നമ്മൾ ആ പ്രാർത്ഥന കൊണ്ട് മതിയാക്കാറില്ല. ആ നിസ്കാരത്തിൽ നിന്ന് അവസാനിച്ചു കഴിഞ്ഞാലും ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ മരുന്ന് കുടിക്കലും ഭക്ഷണം കഴിക്കലും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. രോഗം വന്നാൽ നമ്മൾ ചികിത്സിക്കാറുണ്ട്, ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ തൊഴിൽ ചെയ്യാറുണ്ട്, അധ്വാനിക്കാറുണ്ട്, പാടുപെട്ട് അധ്വാനിക്കാറുണ്ട്. അതൊക്കെ എന്തിനാണ്? നമുക്കറിയാം, ഭക്ഷണം ഞാൻ അല്ലാഹുവോട് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ അതിന് ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തേ പറ്റൂ. ആരോഗ്യത്തിന് വേണ്ടി ഞാൻ അല്ലാഹുവോട് ദുആ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് രോഗം വന്നാൽ ഞാൻ ചികിത്സിക്കണം. എന്റെ റബ്ബ് അനുവദിച്ചിട്ടുള്ള മാർഗങ്ങളിലൂടെ ഞാൻ അതിന് പരിഹാരം കാണണം. ഇങ്ങനെ ആരോഗ്യം ചോദിക്കുന്നതോടൊപ്പം ആരോഗ്യം നിലനിർത്താൻ വേണ്ടത് നമ്മൾ ചെയ്യുന്നു. ഭക്ഷണം ചോദിക്കുന്നതോടൊപ്പം ഭക്ഷണം ലഭിക്കാൻ ആവശ്യമായതും കൂട്ടത്തിൽ നമ്മൾ ചെയ്യുന്നു. ഇതേപോലെ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഹിദായത്ത് തരണേ, നീ ഞങ്ങളെ നേർമാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് കേവലം പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല. ആ ഹിദായത്ത് നമുക്ക് നിലനിന്ന് കിട്ടാൻ, ആ ഈമാനിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ ആ ഹിദായത്തിന്റെ വഴികൾ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അതിനാണ് ഇതുപോലെയുള്ള പരിപാടികൾ. ജനങ്ങൾക്കത് മനസ്സിലാക്കി കൊടുക്കാനാണ് ഈ പ്രദർശനങ്ങൾ, ജനങ്ങൾക്കത് മനസ്സിലാക്കി കൊടുക്കാനാണ് ഈ പ്രഭാഷണങ്ങൾ, ജനങ്ങൾക്കത് മനസ്സിലാക്കി കൊടുക്കാനാണ് ഈ ലേഖനങ്ങൾ, ജനങ്ങൾക്കത് മനസ്സിലാക്കി കൊടുക്കുവാനാണ് ഈ പബ്ലിസിറ്റിയും പരസ്യങ്ങളുമൊക്കെ. അത് നമ്മുടെ കടമയാണ്, അത് നമ്മുടെ ബാധ്യതയാണ്. അതിലേറ്റവും പരമപ്രധാനമായ അറിവെന്ന് പറയുന്നത് നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ അറിയലാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അറിയണം, നീ അറിഞ്ഞേ പറ്റൂ, നീ ശരിക്കും മനസ്സിലാക്കിക്കൊള്ളണം. അന്നഹു, തീർച്ചയായും കാര്യം എന്താണ് നീ അറിയേണ്ട പരമപ്രധാനമായത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്ക് അർഹനായിക്കൊണ്ട് അല്ലാഹുവല്ലാതെ ഒരു ശക്തിയുമില്ല.
അല്ലാഹയല്ലാതെ ഒരു ഇലാഹില്ലെന്ന് നീ മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കൃത്യമായ ഇസ്ലാമിന്റെ പ്രഖ്യാപനം അതിന് വിരുദ്ധമായ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ നമ്മൾ ആരായാലും എത്ര വലിയവനാണെങ്കിലും പരലോകത്തെ രക്ഷയില്ല. കാരണം മനുഷ്യനോട് അള്ളാഹു പറയുന്നുണ്ട്, മനുഷ്യ നിന്റെ ബോഡി പോലും നീ ഒന്ന് പരിശോധിച്ചു നോക്ക്. ഇതാ ഈ പ്രദർശന സ്റ്റാളിലേക്ക്, ഈ എക്സിബിഷൻ ഹാളിലേക്ക് കടക്കുമ്പോ ആദ്യം തന്നെ നമ്മുടെ കണ്ണാടിയിൽ നമ്മെ ഒന്ന് കാണിച്ചിട്ട് പിന്നെ നമ്മോട് ആവശ്യപ്പെടുകയാണ്, നീ കോലത്തിലാകുന്നതിന്റെ മുമ്പ് എവിടെ നിന്ന് നീ വന്നു എന്ന്. മനുഷ്യന്റെ ഓരോ അവയവങ്ങളെയും കാണിക്കുകയാണ്. അവന്റെ കണ്ണെന്ന അത്ഭുതം, കാതെന്ന അത്ഭുതം, ഹൃദയമെന്ന അത്ഭുതം, മനുഷ്യ ശരീരത്തിലുള്ള കോശങ്ങളാകുന്ന അത്ഭുതം, അവന്റെ കിഡ്നി എന്ന അത്ഭുതം, അതുപോലെ തന്നെ അവന്റെ കൈകാലുകൾ, അവന്റെ എല്ലാം മനുഷ്യനോട് പറയുകയാണ്, മനുഷ്യ ഈ ലോകത്ത് നിനക്ക് ഈ സംവിധാനങ്ങളൊക്കെ നീ കൊണ്ട് നടക്കുന്ന നിന്റെ ഈ ബോഡിക്ക് വിലയിടാൻ ആർക്ക് സാധിക്കും? എത്ര ലക്ഷങ്ങളും എത്ര കോടികൾക്കും വിലമതിക്കുന്നതാണ് നിന്റെ ബോഡി. വൃക്കക്ക് ഒരു ചെറിയ അസുഖം വന്നാൽ, കിഡ്നിക്കൊരു പ്രയാസം വന്നാൽ അതിലൊരു മെയിന്റനൻസ് നടത്താൻ ലക്ഷങ്ങളല്ലേ ആവശ്യപ്പെടുന്നത്. ലിവറിനൊരു അസുഖം വന്നാൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഓപ്പറേഷന് 25 ലക്ഷവും 75 ലക്ഷം വരെയല്ലേ ആവശ്യപ്പെടുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നതും അല്ലാത്തതുമായ ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങള് നിങ്ങളുടെ ശരീരങ്ങളിൽ തന്നെ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള ഈ സംവിധാനം അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലയോ? അള്ളാഹുവിന്റെ ഈ ചോദ്യം അതേ അനാട്ടമി പഠിച്ചിട്ടുള്ള ഡോക്ടർമാർ ഈ നഗരി കണ്ടപ്പോ അവരാദ്യമായി കാണുകയാണ്, മനസ്സിലാക്കുകയാണ്. വിശുദ്ധ ഖുർആനോളം ഇത്ര വ്യക്തമായി ഒരു വേദഗ്രന്ഥം മനുഷ്യന്റെ ആന്തരികാവയവങ്ങളെ സംബന്ധിച്ച്, എംബ്രിയോളജിയെ സംബന്ധിച്ച്, ഭ്രൂണശാസ്ത്രത്തെ സംബന്ധിച്ച്, എല്ലുകളെ സംബന്ധിച്ച്, അതുപോലെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കിത് ആദ്യത്തെ അനുഭവമാണെന്ന് പറഞ്ഞ് അഭിപ്രായം എഴുതി വെച്ച് തിരിച്ചുപോയ ആ മുസ്ലിം ഡോക്ടർമാരില്ലേ? എത്ര ആളുകളുടെ ഏറ്റവും ചിന്തോദ്ദീപകമായ അഭിപ്രായങ്ങൾ ഇവിടെ വായിക്കാൻ സാധിച്ചു. ആലോചിക്ക്. ഇസ്ലാമിനതാ പറയാനുള്ളത്, ചിന്തയെ തട്ടിയുണർത്തുകയാണ്. അഫലാ തതഫക്കറൂ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഈ അത്ഭുതകരമായ മനുഷ്യ, നിന്റെ ശരീരം തന്നെ ആർക്കെങ്കിലും അതിന്റെ ഒരു കോശത്തെ, ചെറിയ ഒരു കോശത്തെ പോലും സൃഷ്ടിക്കുന്നതിൽ ഒരു പങ്കുണ്ടോ? ഒരു രോമകൂപത്തെ പോലും മറ്റാരെങ്കിലും പടച്ചിട്ടുണ്ടോ? ഇനി ചുറ്റുഭാഗത്തേക്ക് നോക്ക്, ഭൂമിയിലേക്ക് നോക്ക്, ആകാശങ്ങളിലേക്ക് നോക്ക്, അതുപോലെ തന്നെ പർവ്വതങ്ങളിലേക്ക് നോക്ക്, സമുദ്രത്തിലേക്ക് നോക്ക്, ജീവജാലങ്ങളിലേക്ക് നോക്ക്, പൂക്കളിലേക്ക് നോക്ക്, സസ്യലതാദികളിലേക്ക് നോക്ക്. എന്തെന്ത് വലിയ വലിയ അത്ഭുതങ്ങളാണ് ഈ ലോകത്ത് സംവിധാനിച്ചിട്ടുള്ളത്. ആരാണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ളത്? ഏകനായ നാഥൻ. ആ നാഥൻ ഒരു വെല്ലുവിളി പരിശുദ്ധ ഖുർആനിലൂടെ ഉന്നയിച്ചിട്ടുണ്ട്. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അല്ലാഹയല്ലാത്ത വല്ല സൃഷ്ടാക്കളുമുണ്ടോ? അല്ലാഹയല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരണുവിനെ പോലും, ഒരു പുൽക്കൊടിയെ പോലും ഇന്നയാളാണ് സൃഷ്ടിച്ചതെന്ന് അവകാശപ്പെടാൻ ലോകത്തുള്ള ഏതെങ്കിലും ആളുകൾക്ക് ഇന്നവരെ സാധിച്ചിട്ടുണ്ടോ? സാധിക്കില്ലെന്ന് അള്ളാഹുവിന്റെ കൃത്യമായ വെല്ലുവിളിയാണ്. അറൂനി, നിങ്ങൾ എനിക്ക് കാണിച്ചതായോ? അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പൂജിച്ചു കൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, അവരെ വിളിച്ച് സഹായം തേടിക്കൊണ്ടിരിക്കുന്ന, അവർക്ക് നേർച്ച വഴിപാടുകളും കാണിക്കകളും സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന, അവർക്ക് വേണ്ടി ബലിപീഠങ്ങൾ ഒരുക്കിയും അല്ലാതെയുമൊക്കെ അറവുകളും മറ്റുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ലക്ഷങ്ങളായ ആളുകളോട് ചോദിക്കുകയാണ്, ആ റബ്ബല്ലാത്ത മറ്റാരെങ്കിലും ഇവിടെ വല്ലതിനെയും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അറൂനീ, എനിക്കതൊന്ന് കാണിച്ചതായോ, ഒന്ന് കൊണ്ടുവരൂ എന്ന് വിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളി ഒരാൾക്കും ഇന്ന് വരെ ഏറ്റെടുക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് അത്ഭുതം, അതാണ് അത്ഭുതം. വളരെ കൃത്യം, എല്ലാം അത്ഭുതം. ചിന്തിക്കാനായി ഇസ്ലാം പറയുന്നത്. എങ്കിൽ എല്ലാം പടച്ചവനായ, എല്ലാവരെയും അറിയുന്ന ഒരേ ഒരു സൃഷ്ടാവ്, ആ സൃഷ്ടാവ് എല്ലാം കേൾക്കും. ആ സൃഷ്ടാവിന് മനുഷ്യ നിന്റെ കാത് പോലെയല്ല. ആ സൃഷ്ടാവിന്റെ കേൾവിക്ക് പരിധികളില്ല. നിന്റെ കേൾവിക്ക് പരിധിയുണ്ട്. ദൂരെയുള്ളത് കേൾക്കാനാവാത്തത് കൊണ്ടാണ് ഈ മൈക്ക് ഇവിടെ സംവിധാനിച്ചത്.
എനിക്ക് നിങ്ങളെ ദൂരേക്ക് ശബ്ദം കേൾപ്പിക്കാനാവാത്തത് കൊണ്ടാണ് ഒരു മീഡിയം എന്ന നിലയ്ക്ക് ഇവിടെ മൈക്ക് സജ്ജീകരിച്ചത്. അത് നമ്മുടെ പരിധികളാണ്, പരിമിതികളാണ്. അതുപോലെ തന്നെ സംസാരത്തിന്റെ, നാവിന്റെ, അതുപോലെ തന്നെ കാഴ്ചയുടെ, അറിവിന്റെ എല്ലാത്തിനും പരിധിയുള്ളവരാണ് മനുഷ്യന്മാർ, സൃഷ്ടികൾ മുഴുവനും. അതേ അവസരത്തിൽ അല്ലാഹുവോ, അവനെ എല്ലാവരെയും അറിയാം, അവനെ എല്ലാം കാണാം, അവനെ എല്ലാം കേൾക്കാം. അടുത്ത് അകലെ എന്ന വ്യത്യാസമില്ല. ഉറക്കെ പതുക്കെ എന്നത് അവന് വിഷയമേ അല്ല. ഇരുട്ടത്ത് വെളിച്ചത്ത് എന്നത് അവന് പ്രശ്നമേ അല്ല. ഏതും അവന് കേൾക്കാൻ കഴിയും, എല്ലാം അവന് കാണാൻ കഴിയും, എല്ലാം അവന് അറിയാൻ കഴിയും. അല്ലാഹ് എന്ന് ഞാൻ ഇവിടെ വെച്ച് വിളിച്ചാൽ എന്റെ നാഥന് എന്നെ കാണുകയാണ്, എന്റെ ശബ്ദം കേൾക്കുകയാണ്. അവന് ഭാഷ പ്രശ്നമല്ല, അവന് ഉറക്കെ പതുക്കെ എന്നത് പ്രശ്നമല്ല. എല്ലാവരെയും അവൻ അറിയാം. ആരെയും അവന്റെ മുമ്പിൽ പരിചയപ്പെടുത്തേണ്ടതില്ല. എല്ലാവരെ സംബന്ധിച്ചും ത്രികാലജ്ഞാനം അവനുണ്ട്. കഴിഞ്ഞതും വരാനിരിക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ ഇൽമുകളും അറിവുകളും അവനുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ള എത്ര മണൽത്തരികളുണ്ടോ, എത്ര സസ്യലതാദികളുണ്ടോ, എല്ലാത്തിനെ സംബന്ധിച്ചും അവൻ അറിവുണ്ട്. ആ രൂപത്തിലുള്ള അറിവുള്ള ഒരു ശക്തി, അങ്ങനെ കാഴ്ചയുള്ള ഒരു ശക്തി, അങ്ങനെ കേൾവിയുള്ള ഒരു ശക്തി, അങ്ങനെ കഴിവുള്ള ഒരു ശക്തി, അങ്ങനെ അറിവുള്ള ഒരു ശക്തി ലോകത്ത് ആരാ ഉള്ളത്? ആരുമില്ല, ആരുമില്ല. എല്ലാം അറിയുന്നവൻ, എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ. ഏത് രൂപത്തിൽ, ഏത് സ്ഥലത്ത് വെച്ച് ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ അവരുടെ ധാരാളക്കണക്കിന് ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരേ സമയത്ത് ഒരു 100 കൂട്ടം ഭാഷകളിൽ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചാലും ഓരോരുത്തരുടെ പ്രാർത്ഥനകളും ഓരോരുത്തരുടെ ആവശ്യങ്ങളും വേറെ വേറെ തന്നെ നന്നായി വേർതിരിച്ച് അറിയാനും കേൾക്കാനും മനസ്സിലാക്കാനും ഉത്തരം നൽകാനും കഴിവുള്ള മുജീബായ റബ്ബ്, അലീമായ റബ്ബ്, സമീആയ റബ്ബ്, ബസീറായ റബ്ബ്, എല്ലാം അറിയാവുന്ന റബ്ബ്, അവനാണ് റബ്ബുൽ ആലമീൻ. അവനാണ് റബ്ബുൽ ആലമീൻ. ആ റബ്ബുൽ ആലമീനിനെ അവനെ മനസ്സിലാക്കേണ്ട നിലക്ക് മനസ്സിലാകാത്ത എല്ലാ കക്ഷികളും എന്തു ചെയ്തു? അവനോട് പ്രാർത്ഥിക്കും പോലെ മറ്റുള്ളവരോടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ അള്ളാഹു തആല ആവശ്യപ്പെട്ടപ്പോ പല ആളുകളും അതിൽ നിന്ന് തെറ്റിപ്പോയിട്ട് ആ അള്ളാഹു കേൾക്കുന്നത് പോലെ ഞാൻ എവിടെ വെച്ച് വിളിച്ചാലും കേൾക്കുന്ന വേറെയും ആളുകളുണ്ട്, ഞാൻ ഏത് ഭാഷയിൽ വിളിച്ചാലും അതൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള വേറെയും ആളുകളുണ്ട്, ഞാൻ എവിടെയാണെങ്കിലും എന്നെ കാണുന്ന, എന്റെ മനസ്സിലെ സ്വകാര്യങ്ങൾ പോലും അറിയാവുന്ന വേറെയും ശക്തികളുണ്ട്, അതൊക്കെ അള്ളാഹ് അവർക്ക് മുൻകൂറായി തീരെഴുതി കൊടുത്തതാണ്, അവർക്ക് ആ കഴിവുകൾ നേരത്തെ വിട്ടുകൊടുത്തിട്ടുണ്ട് എന്ന ബാലിശമായ ദുർബലമായ വാദങ്ങൾ സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ആളുകൾ. ഇതിനൊരുപാട് കാലത്തെ പഴക്കമുണ്ട്, ഒരുപാട് കാലത്തെ പഴക്കമുണ്ട്. സർവലോക പരിപാലകനായ റബ്ബിനെ വിട്ട് ആ റബ്ബിന്റെ സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സംസ്കാരം, അവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന, അവരെ പൂജിക്കുന്ന, അവരോട് നേർച്ച വഴിപാടുകൾ, അവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ നടത്തുന്ന, അവരുടെ സമാധികളിൽ അതുപോലെ തന്നെ മഖ്ബറകളിൽ ദർഗകളിൽ പോയി പൊട്ടിക്കരഞ്ഞ് അവിടെ സുജൂദിൽ വീണ് അവിടെ നേർച്ചകൾ വഴിപാടുകൾ നൽകി അവിടെ ചുംബനമർപ്പിച്ച് അവിടെ വിളക്ക് കൊളുത്തി അവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരോട് വിശുദ്ധ ഖുർആനിന് സ്നേഹത്തോടെ പറയാനുള്ളത് എന്താണെന്നറിയോ? നിങ്ങൾ ഇത് ചെയ്യരുത്, നിങ്ങൾ ഇത് ചെയ്യരുത്, ഇത് നന്ദികേടാണ്. കാരണം സർവലോക പരിപാലകനായ റബ്ബാണ്. നിങ്ങൾ ആരെയൊക്കെ ആരാധിക്കുന്നുവോ അവരെയും പടച്ചവൻ, അവരെയും പടച്ച സൃഷ്ടാവ് ഖാലിഖ് അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് എല്ലാവർക്കും രക്ഷ നൽകുന്ന ഒരൊറ്റ ശക്തിയാണുള്ളത്, അത് നമ്മുടെയൊക്കെ സൃഷ്ടാവായ ഏകനായ അല്ലാഹു റബ്ബുൽ ആലമീൻ. അവനെ മാത്രമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാവൂ, അവന് വേണ്ടി മാത്രമേ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാവൂ, അവന്റെ മുമ്പിൽ മാത്രമേ സുജൂദ് ചെയ്യാവൂ, അവന് വേണ്ടി മാത്രമേ എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ഇബാദത്തിന്റെ ആരാധനയുടെ എല്ലാ അംശങ്ങളും സമർപ്പിക്കുവാൻ പാടുള്ളൂ എന്ന് വളരെ കൃത്യമായി ലോകത്തിന്റെ മുമ്പാകെ ഇസ്ലാം പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഒരുപാട് ആളുകൾ തെറ്റിപ്പോയി. മുസ്ലിമീങ്ങളാണെന്ന് പറയുന്ന ആളുകൾ പോലും ഈ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ നിന്ന് അവരുടേതായ അജ്ഞത നിമിത്തം
പലരുടെയും അഹന്ത നിമിത്തം പലരും ഈ നേരായ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് സഹോദരന്മാരെ, വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കുക, എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് ഞാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ റബ്ബിനെ അല്ലാതെ ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ പാടില്ല. കാരണം റബ്ബല്ലാത്തവർ എന്റെ ദുആ കേൾക്കില്ല, എനിക്ക് ഉത്തരം ചെയ്യാൻ കഴിയൂല അവർക്ക്. ഞാൻ വെറുതെ ഒരു കിണറ്റിൻ കരയിൽ പോയി എനിക്ക് വെള്ളം വെള്ളം എന്ന കിണറ്റിലേക്ക് ബക്കറ്റോ സൗകര്യങ്ങളോ ഒന്നും കയറോ ഒന്നുമില്ലാതെ ഒരു തടാകത്തിന്റെ മുമ്പിൽ ഞാൻ പോയി നിന്നിട്ട്, ഒരു കിണറ്റിൻ കരയിൽ ഞാൻ പോയി നിന്നിട്ട് വെള്ളം വെള്ളം എന്ന് ആ വെള്ളത്തിലേക്ക് ഇരു കൈകളും നീട്ടിപ്പിടിച്ചാൽ ആ വെള്ളം എന്റെ വായിലേക്ക് എത്തുമില്ല എന്നുറപ്പാണല്ലോ. ഇതാണ് അല്ലാഹു തആല പറയുന്നത്. അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഉത്തരം ലഭിക്കൂല. ഏതുപോലെയാണ് അവന്റെ അവസ്ഥ? വെള്ളത്തിലേക്ക് കൈകൾ നീട്ടിപ്പിടിച്ചവനെ പോലെ ആ വെള്ളം അവന്റെ വായിലേക്ക് എത്തുകയില്ലല്ലോ. ഇതേപോലെയാണ് അല്ലാഹുവല്ലാത്ത സൃഷ്ടാവല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും അവരെ വിളിച്ച് സഹായം തേടുകയും ചെയ്യുന്നവർക്ക് ഒരു ഉപകാരവും ലഭിക്കാൻ പോകുന്നില്ല, ഒരു സഹായവും കിട്ടാൻ പോകുന്നില്ല എന്ന് വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ ഈ സമൂഹത്തോട് തന്നെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു അവനെ സംബന്ധിച്ചു പരിചയപ്പെടുത്തിയിടത്തൊക്കെ അവൻ മാത്രമാണ് സൃഷ്ടാവെന്ന് പറഞ്ഞത്, അവൻ മാത്രമാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്ന് പറഞ്ഞത്. കാരണം മരിച്ചുപോയവർക്ക് നമ്മുടെ വിളി കേൾക്കാനും നമ്മെ സഹായിക്കാനും അവർക്ക് കഴിയില്ലല്ലോ. അതുപോലെ തന്നെയാണ് എല്ലാം നിയന്ത്രിക്കുന്നവനാണ്, ഉറക്കം ബാധിക്കാത്തവനാണ്, മയക്കം പോലും ബാധിക്കാത്തവനാണ്, ആകാശഭൂമികളുടെ മുഴുവൻ സൃഷ്ടാവാണ്, അവയുടെ മുഴുവൻ ഉടമയാണ്, എല്ലാവരെ സംബന്ധിച്ചും കൃത്യമായി അറിവുള്ള നാഥനാണ്. അതിനാൽ അവനോട് മാത്രം നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കൂ, മറ്റൊരാളോടും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. മറ്റുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾ അവരർഹിക്കുന്ന സ്ഥാനമാണ് കൊടുക്കേണ്ടത്. മഹാരഥന്മാരായ അമ്പിയാക്കൾ ലോകത്ത് കഴിഞ്ഞുപോയി, ഔലിയാക്കളും ശുഹദാക്കളും സിദ്ദീഖീങ്ങളും സാലിഹീങ്ങളും ഒക്കെ കഴിഞ്ഞുപോയി. പക്ഷേ അവരാരും തന്നെ ഈ ലോകത്ത് ഒന്നിനെയും പടച്ചിട്ടില്ല, സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് സ്രഷ്ടാവ് ആരാണോ അതൊരേ ഒരു ശക്തി അല്ലാഹു റബ്ബുൽ ആലമീൻ. അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, അവനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ. മറ്റുള്ളതൊക്കെ സൃഷ്ടികളാണ്. ആ സൃഷ്ടികളെയൊക്കെ നിങ്ങൾ ബഹുമാനിക്കണം, ആദരിക്കണം, സ്നേഹിക്കണം. പക്ഷേ സൃഷ്ടാവിന് കൊടുക്കുന്ന സ്നേഹമോ സൃഷ്ടാവിന് കൊടുക്കുന്ന ബഹുമാനമോ ഒരു സൃഷ്ടിക്കും നൽകാൻ പാടില്ല. ഏവർക്കും മനസ്സിലാകുന്ന ലളിതമായ സത്യമാണ് പരിശുദ്ധ ഖുർആൻ ലോകത്തോട് പഠിപ്പിച്ചത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് മുസ്ലിമീങ്ങളായ പല ആളുകളും അതാ മുസ്ലിമീങ്ങളെന്ന് പറയുന്നവർ ഞങ്ങളാണ് ശരിക്കും സത്യത്തിന്റെ കക്ഷികളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ, അതെ ഇത് സംഘടിപ്പിച്ചിട്ടുള്ള സംഘാടകരും അതുപോലെയുള്ള പ്രവർത്തകന്മാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ നിങ്ങൾ യഥാർത്ഥത്തിൽ പിഴച്ചവരാണെന്നും നിങ്ങൾക്ക് തൗഹീദ് മനസ്സിലായിട്ടില്ലെന്നും ഞങ്ങളാണ് യഥാർത്ഥത്തിൽ സത്യത്തിന്റെ കക്ഷിയെന്നും പറയുന്ന ആളുകൾ അവർ പലപ്പോഴും ഈ സമൂഹത്തോട് പറയുന്നത് ഈ ലോകത്തിന്റെ നിയന്ത്രണം നടക്കുന്നത് മഹാന്മാരായ ഔലിയാക്കളിലൂടെയാണ്. ഈ ലോകം കൺട്രോൾ ചെയ്യുന്നത് ഔലിയാക്കളാണ് പോലും, അവരാണ് മഴ തരുന്നത് പോലും, അവരാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പോലും, അവരാണ് ലോകത്തിന്റെ എല്ലാ മുക്കുമൂലകളിലുമുള്ള മനുഷ്യന്മാരുടെ സൃഷ്ടികളുടെയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇടപെട്ടുകൊണ്ട് സഹായിക്കുകയാണ്. അതുകൊണ്ട് അവരെ വിളിച്ചോ, അവരെ വിളിച്ച് സഹായം തേടിയാൽ അവര് നമ്മുടെ സദസ്സിലേക്ക് വരും, അവര് നമ്മെ സഹായിക്കാനെത്തും എന്നിങ്ങനെ മഹാന്മാരായ ആളുകളെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠരായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് തന്നെ ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് എന്താണോ പറഞ്ഞതെങ്കിൽ അതിന് നേരെ വിരുദ്ധമാണ് പലരും ആ നബിയെ കുറിച്ച് തന്നെ പറയുന്നത്. നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. നബിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയാകുമോ? എത്രയെത്ര ആളുകൾ അങ്ങനെ അവകാശപ്പെടുന്നുണ്ട്. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതാണോ അവർ വിശ്വസിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ വളരെ നിഷ്പക്ഷമായി തന്നെ ആരോടും വിദ്വേഷമില്ലാതെ പകയില്ലാതെ
ഒന്ന് മനസ്സിൽ തട്ടിക്കൊണ്ടൊന്ന് ആലോചിച്ചു നോക്ക്. പരിശുദ്ധ ഖുർആനല്ലേ നമ്മുടെ ഒന്നാമത്തെ പ്രമാണം. ആ പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ ഓതി കേൾപ്പിച്ചത്. അതാദ്യമായി ഓതി കേട്ടവരല്ലേ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും. ആ പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നമ്മുടെ നേതാവ് ആദ്യത്തെ തലമുറയായ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹുമിന് ഓതി കേൾപ്പിച്ചു പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അന്ന് എന്തൊക്കെ വിശ്വാസങ്ങളാണോ പഠിപ്പിച്ചതെങ്കിൽ അതൊക്കെ നമ്മളും വിശ്വസിക്കണം. അന്ന് എങ്ങനെയൊക്കെയാണോ ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ പറഞ്ഞതെങ്കിൽ അത് തന്നെയാണ് നമ്മുടെയും ഇസ്ലാം. അതേ അവസരത്തിൽ അവർക്കൊന്നും പരിചയമില്ലാത്ത ചില വാദങ്ങളുമായി കൊണ്ട് ചില ആളുകൾ രംഗത്ത് വരുമെന്ന് അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ പൂർവീകരായ നല്ലവരായ ആളുകൾക്കും കേട്ട് പരിചയമില്ലാത്ത പുതിയ പുതിയ വാദങ്ങളുമായി ചിലർ നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾ അവരെ സൂക്ഷിക്കണേ. അവര് നിങ്ങളെ പിഴപ്പിക്കല്ലേ, അവര് നിങ്ങളെ നശിപ്പിക്കാൻ നിന്നുകൊടുക്കല്ലേ. നിങ്ങളെപ്പോഴും സത്യത്തിന്റെ വക്താക്കളാവണേ എന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഭാഗം ആളുകൾ പറയുന്നു, ഓ സലഫികളെ, നിങ്ങളാണ് ആ നബി പറഞ്ഞ ആ മുന്നറിയിപ്പ് നൽകപ്പെട്ട വിഭാഗം നിങ്ങളാണെന്ന് അവർ നമ്മെ നോക്കി ആക്ഷേപിക്കുന്നു. എല്ലാ ആളുകൾക്കും ഒരേ വഴിയേയുള്ളൂ. പലരും ഇങ്ങനെ ആക്ഷേപിക്കുമ്പോ ഞങ്ങൾ എന്താ ചെയ്യുക? ഒന്ന് പഠിക്കാൻ തയ്യാറാവുക തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്തത് ആരാണിവിടെ വിശ്വാസമായി കൊണ്ട് നടക്കുന്നത്? ആരാണിവിടെ കർമ്മങ്ങളായി ആചരിക്കുന്നത്? ആരാണിവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ മുമ്പിൽ മാർഗമുണ്ടല്ലോ. അള്ളാന്റെ കിതാബുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹീഹായ ഹദീസുകൾ ഉണ്ടല്ലോ. അത് കേട്ട് ജീവിച്ച് മാതൃകയായി വഫാത്തായി പോയ മഹാരഥന്മാരായ സ്വഹാബത്ത് അടുത്ത തലമുറകൾക്ക് കൈമാറി 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 ഇന്നുവരെ നമ്മൾ മനസ്സിലാക്കി പോന്ന ദീനുണ്ടല്ലോ. ആ ദീനിലേക്ക്, പഴയ ദീനിലേക്ക്, പുതിയ ദീനല്ല, പഴയ ദീനിലേക്ക് മടങ്ങിച്ചെന്ന് അന്വേഷിക്ക്. അപ്പ മനസ്സിലാകും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നല്ലവർക്ക് പരിചയമില്ലാത്ത പുതിയ വാദങ്ങളുമായി, നവീനവാദങ്ങളുമായി രംഗത്ത് വരുന്നവരെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയത് ആരെക്കുറിച്ചാണ്? സലഫികളെ കുറിച്ചാണോ? അതോ ഇവിടെ ദർഗ കെട്ടിയിട്ട്, അതുപോലെ തന്നെ മഖബറ കെട്ടിയിട്ട്, അവിടെ ഖബറ് കെട്ടി ഉയർത്തിയിട്ട്, അവിടെ പട്ടുമൂടിയിട്ട്, അവിടെ വിളക്ക് കൊളുത്തിയിട്ട്, അവിടെ ചന്ദനക്കുടവും റൂസും നടത്തിയിട്ട്, അതുപോലെയുള്ള പല പരിപാടികളിലൂടെ ഇസ്ലാം ഇതാണെന്ന് പറയുന്ന കക്ഷികളെ കുറിച്ചാണോ? ആരെക്കുറിച്ചാണ് ആ മുന്നറിയിപ്പെന്ന് ഞാൻ പറയുന്നില്ല. ഞാനിവിടെ വിശദീകരിക്കുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോ ബുദ്ധിയുള്ള ആളുകളെ നിങ്ങൾ അന്വേഷിക്കണം, പഠിക്കണം, ആലോചിക്കണം. ഈ വിശ്വാസം മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ടോ? പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണോ? സ്വഹാബത്തിന് പരിചയമുണ്ടോ? അബൂ ഹനീഫ ഇമാമിന് പരിചയമുണ്ടോ? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് പരിചയമുണ്ടോ? ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് പരിചയമുണ്ടോ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് പരിചയമുണ്ടോ? അതെ, പരിശോധിക്കാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഒന്നാമത്തെ തർക്കം എന്താണ് പ്രിയമുള്ളവരെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് നമ്മൾ കൃത്യമായി സമൂഹത്തോട് പറയുമ്പോ നമ്മൾ ഉറച്ച് സമൂഹത്തോട് പറയുന്നു, ജനങ്ങളെ, നമ്മെ എല്ലാ അർത്ഥത്തിലും, നമ്മെ ഏത് ഘട്ടത്തിലും സഹായിക്കാനും, എവിടെ നിന്ന് നമ്മൾ വിളിച്ചാലും നമ്മെ കേൾക്കാനും കാണാനും അറിയാനും, നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളെ വരെ, ഇനി അല്ലാഹുവിനെ വിളിക്കാൻ എനിക്ക് നാവിന് പവറില്ലെങ്കിൽ പോലും, ഒരാൾക്ക് സംസാരശേഷിയില്ലെങ്കിൽ പോലും അയാൾക്കും ഉണ്ടല്ലോ തേടാനും പ്രാർത്ഥിക്കാനും കുറെ ആവശ്യങ്ങള്. അതറിയാൻ കഴിയണ്ടേ? മനസ്സ് വായിക്കാൻ അറിയണ്ടേ? അതറിയുന്ന ഏത് ശക്തിയാണ് ലോകത്തുള്ളത്? അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് എന്താണ്? യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. ഹൃദയങ്ങളിൽ ഒളിപ്പിച്ച് വെക്കപ്പെട്ടത് അറിയുന്നവനാണ് അല്ലാഹു. എന്തിനാണ് അള്ളാഹ് അത് പറഞ്ഞത്? അങ്ങനെ ഒരു ശക്തി ലോകത്ത് വേറെ ഇല്ലെന്ന് പറയാനാണ്. അങ്ങനെ കൽബറിയുന്ന ഒരു ശക്തി ഇല്ലെന്ന് പറയാനാണ്. അങ്ങനെ മനസ്സ് വായിക്കാൻ അറിയാവുന്ന ഒരു ശക്തി വേറെ ഇല്ലെന്ന് പറയാനാണ്. അതേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
വളരെ കൃത്യമായി ഈ ലോകത്ത് സ്വഹാബത്തിന്റെ മുമ്പിൽ ജീവിച്ചപ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലെങ്കിലും സഹാബിമാരോട് പഠിപ്പിച്ചു കൊടുത്തുവോ, സഹാബിമാരെ, ഈ ലോകം കൺട്രോൾ ചെയ്യുന്നത് ഔലിയാക്കളാണെന്ന്, തങ്ങന്മാരാണെന്ന്, ബീവിമാരാണെന്ന്, അവരാണ് ലോകം കൺട്രോൾ ചെയ്യുന്നതെന്ന് ഒരിക്കലെങ്കിലും പഠിപ്പിച്ചുവോ? അവരോടാണ് നിങ്ങൾ തേടേണ്ടതെന്ന് പഠിപ്പിച്ചുവോ? നിങ്ങൾക്ക് വിഷമം വരുമ്പോൾ ജീവിച്ചിരിക്കുന്ന നിങ്ങൾ എവിടെയാണെങ്കിലും എന്നെയാണ് വിളിക്കേണ്ടതെന്ന് പഠിപ്പിച്ചുവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിലേക്ക് ഒരു സഹാബി വന്നുകൊണ്ട് പറയുകയാണ്, പ്രവാചകരെ, ശരീരം വല്ലാതെ വേദനിക്കുന്നുണ്ട്, കുറെ കാലമായി നബിയെ തുടങ്ങിയിട്ട് ശരീരത്തിൽ വല്ലാത്ത വേദനയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നേതാവ് എന്താണ് പറഞ്ഞത്? എടോ, നിനക്കെന്താണ് പ്രശ്നം? നീ ഞാനിവിടെ ഇല്ലേ, നീ എന്നോടെന്ന് വിളിച്ചൂടെ നിനക്ക്? യാ മുഹമ്മദ് എന്ന് വിളിച്ച് എന്നെ തേടിക്കോ, അതല്ലെങ്കിൽ ആ ദിക്റ് ചൊല്ലിക്കോ. എന്നെ ഇങ്ങനെ വിളിച്ചൊരായിരം തവണ നിന്റെ പുരയിൽ വെച്ചിട്ടോ, എവിടെയെങ്കിലും പ്രദേശത്ത് വെച്ച് നീ എന്നെ ഇങ്ങനെ വിളിച്ചോ, ഞാൻ ഉത്തരം തരാമെന്നാണോ പഠിപ്പിച്ചത്, അതോ വേറെയാണോ പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ശരീരത്തിന്റെ വേദനയെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രോഗിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നിന്റെ കൈ നീ വെച്ചോ മോനെ, നിന്റെ കൈ നീ വെച്ചോ, നിന്റെ ബോഡിയിൽ വേദനയുള്ള പെയിനുള്ള സ്ഥലത്ത് നിന്റെ കൈ നീ വെച്ചോ, എന്നിട്ട് വഖുൽ ബിസ്മില്ലാഹ്, ബിസ്മില്ലാഹ് എന്ന 3 തവണ നീ ചൊല്ലിക്കോ. പിന്നീട് വഖുൽ സബ്അ മർറാത്ത്, നീ 7 തവണ അഊദു ബില്ലാഹ് വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു. 7 തവണ നീ പ്രാർത്ഥിച്ചോ, അഊദു ബില്ലാഹ്, അല്ലാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു, അവന്റെ പ്രത്യേകമായ ഖുദ്റത്തിൽ ഞാൻ എനിക്ക് നല്ല വിശ്വാസമാണ്. ആ ഖുദ്റത്ത് മുഖേന എന്റെ നാഥന് എല്ലാത്തിനും കഴിവുണ്ടെന്നുറച്ച അതേ പേടിയുണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ. ആരോടാ നിന്റെ പേടി നീ പറയേണ്ടത്? ഓ നബിയെ, ശരീരം വേദനിക്കുന്നുണ്ട്, പേടിയുണ്ട്, രക്ഷപ്പെടുത്തണം എന്നാണോ? മുഹീദ്ദീൻ ശൈഖേ തുണ എന്നാണോ? യാ ഗൗസി യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നാണോ? മുഹീദ്ദീൻ ശൈഖേ തുണ, ശരണം, അഭയം എന്നാണോ തേടേണ്ടത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വന്ന സഹാബിയോട് നീ എന്നെ വിളിച്ചോ 1000 തവണ പോയിട്ട് 1 തവണയെങ്കിലും നീ എന്നോട് സങ്കടം പറഞ്ഞോ എന്ന് പറഞ്ഞില്ല. അതല്ലെങ്കിൽ എന്റെ മുൻകഴിഞ്ഞു പോയ നമ്മളൊക്കെ നിസ്കാരത്തിൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഓർമ്മിക്കുമ്പോ ഉടനെ ഓർമ്മിക്കുന്ന പേരല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ പേര് നീ 1000 തവണ വിളിച്ചോ, നൂഹ് നബിയുടെ പേര് വിളിച്ചോ, മൂസാ നബിയുടെ പേര് വിളിച്ചോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവോ? ഇല്ല. മറിച്ച് അല്ലാഹുവേ, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് 7 തവണ ആവർത്തിക്കാനും അതിന്റെ തുടക്കമെന്നോണം ബിസ്മില്ലാഹ് എന്ന് 3 തവണ പറയാനുമല്ലേ സഹാബിമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതേ അവസരത്തിൽ ഞങ്ങളാണ് സുന്നി എന്ന് പറയുന്ന, സുന്നത്ത് ജമാഅത്തുകാർ ഞങ്ങളാണെന്ന് പറയുന്ന കക്ഷികൾ, കമ്പനികൾ, അവരതാ ഇടങ്ങേറ് വരുമ്പോ ശൈഖിനെ വിളിക്കാനാ പറയുന്നത്, ദർഗയിൽ പോകാനാണ് പറയുന്നത്, അവിടെ പോയി ജാറം മൂടാനാണ് പറയുന്നത്, ആ ഖബറിനെ ചുംബിക്കാനാണ് പറയുന്നത്, അവിടേക്ക് എണ്ണയും വിളക്കും നേർച്ചയാക്കാനാണ് പറയുന്നത്, ആ ദർഗയുടെ സമീപത്ത് പോയി ആട്ടിനെ അറുക്കാനാണ് പറയുന്നത്, അവരെ വിളിച്ച് തേടാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യാ ഗൗസി യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് 1000 തവണ വിളിച്ചാൽ അജബ്തു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതി ഫൽയദ്ഉ യാ അബ്ദൽ ഖാദിർ മുഹയ്യിദ്ദീൻ. കുത്തുബിയ്യത്ത് എന്ന് പറയുന്ന ആ ഒരു ക്ഷുദ്രകൃതി എഴുതി ഉണ്ടാക്കിയിട്ട് അതേ ശൈഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന മഹാരഥനായ ഒരു വ്യക്തിയെ വിളിച്ചുകൊണ്ട് തേടുകയാണ്. ഈ വിളിച്ചു തേടുന്ന ശൈഖ് അത് ഉപദേശിച്ചിട്ടില്ല, അദ്ദേഹം നിരപരാധിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതുപോലെ എത്രയെത്ര കക്ഷികൾ നല്ലവരായ ആൾക്കാരാണ് ഞങ്ങളെന്ന് അവകാശപ്പെട്ട് നടക്കുന്നുണ്ട്. അതിന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല ആ കള്ളാവകാശവാദങ്ങൾ. ചരിത്രം നിങ്ങൾക്ക് പരിശോധിച്ചു നോക്കിയാൽ
മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്നപ്പോൾ പരിശുദ്ധമായ കഅബക്കകത്തും പുറത്തുമായി ധാരാളക്കണക്കിന് ബിംബങ്ങൾ ഉണ്ടായിരുന്നു. ആ വിഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ 2 വിഗ്രഹങ്ങൾ വളരെ വലിപ്പത്തിൽ, വളരെ ആർക്കും കാണാവുന്ന രൂപത്തിൽ 2 വലിയ വിഗ്രഹങ്ങൾ എവിടെ? കഅബയുടെ ഉള്ളിൽ തന്നെയാണ് വെച്ചത്. ആരായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം. ആ 2 മഹാരഥന്മാരുടെ ബിംബമാണ് കഅബക്കകത്ത്. എന്നിട്ട് അത് ഉണ്ടാക്കിയ കക്ഷികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ നോക്കിയിട്ട് പറഞ്ഞു, മുഹമ്മദേ, നീ പഴച്ചവനാണ്, നീ പുത്തൻവാദിയാണ്. ഞങ്ങൾ ഈ ഇബ്രാഹിമിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ ഈ ഇസ്മായിലിന്റെ ആൾക്കാരാണ്. ഞങ്ങൾക്ക് അവരോട് സ്നേഹമുണ്ട്, ഞങ്ങൾക്ക് അവരോട് ബഹുമാനമുണ്ട്. നിനക്ക് ബഹുമാനമില്ല, നിനക്ക് സ്നേഹമില്ല. അതുകൊണ്ടാണ് നീ ആ ബിംബത്തെ എതിർക്കുന്നത്. ഞങ്ങൾക്ക് സ്നേഹമുണ്ടെന്നുള്ളതിന്റെ തെളിവാണ് ഞങ്ങൾ അതിനോട് ആ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഞങ്ങൾ യാത്ര പോകാൻ ഒരുങ്ങുമ്പോ നീ പോകും പോലെയല്ല, ഞങ്ങൾ ബിസിനസ്സിന് തുടക്കം കുറിക്കുമ്പോ നിന്നെ പോലെയല്ല. ഞങ്ങൾ കഅബത്തിന്റെ അകത്ത് കയറും, എന്നിട്ട് ഇബ്രാഹിം നബിയുടെ പ്രതിമയുടെ മുമ്പിൽ പോയിട്ട് ചോദിക്കും, ബിസിനസ് തുടങ്ങണോ, യാത്ര പോകണോ, നറുക്കെടുപ്പ് നടത്തും ഞങ്ങൾ. ആ ഇബ്രാഹിം നബിയുടെ ബിംബത്തിന്റെ കയ്യിൽ കൊടുത്തിട്ടുള്ള അമ്പുറയിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള 2-3 അമ്പുകളുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം വലിച്ചൂരിയിട്ട് നോക്കും, ഞാൻ ചെയ്യണോ ചെയ്യണ്ടേ. ചെയ്യണമെന്നാണെങ്കിൽ ഇബ്രാഹിം സമ്മതിച്ചിരിക്കുന്നു പൊയ്ക്കോളാൻ. വേണ്ടെന്ന നമ്പറാണ് കിട്ടിയതെങ്കിൽ ഇബ്രാഹിമിന് ഇഷ്ടല്ല, ഞങ്ങൾ ഒഴിവാക്കും. ഇതൊക്കെ ശിർക്കാണ്, ഇത് പാടില്ലെന്നല്ലേ മുഹമ്മദേ നീയും നിന്റെ കൂട്ടരും പറയുന്നത്? അതുകൊണ്ട് നിനക്ക് ഇബ്രാഹിമിനോട് സ്നേഹമില്ല, ആദരവില്ല. ആ ഇബ്രാഹിമിന്റെ പാരമ്പര്യം ഞങ്ങൾക്കാണുള്ളതെന്ന്, ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും പാരമ്പര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വെച്ച് അറേബ്യൻ മുശ്രിക്കുകൾ പറഞ്ഞപ്പോൾ, യഹൂദികൾ പറഞ്ഞപ്പോൾ, നസറാനികൾ പറഞ്ഞപ്പോൾ, പരിശുദ്ധ ഖുർആൻ ആ 3 കൂട്ടർക്കും മറുപടി കൊടുത്തുകൊണ്ട് ആയത്തിറക്കി. ശരിക്കും മനസ്സിലാക്കണം എന്റെ സഹോദരന്മാര്, ചരിത്രം. 3 കൂട്ടരാണ് ഞങ്ങൾ ആ സത്യത്തിന്റെ കക്ഷികൾ എന്ന് പറഞ്ഞത്. യഹൂദി പറഞ്ഞു ഞങ്ങളുടെ ആളാണ് ഇബ്രാഹിം, നസറാനി പറഞ്ഞു ഞങ്ങളെയാളാണ് ഇബ്രാഹിം, ഞങ്ങൾക്കാണ് സ്നേഹം, ഞങ്ങളാണ് ആ പാരമ്പര്യത്തിലുള്ളത്. അറേബ്യൻ മുശ്രിക്കുകൾ അബൂജഹിൽ അടക്കമുള്ള അവരും പറഞ്ഞു അല്ല, ഞങ്ങളുടെ ആളാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നമ്മുടെ നേതാവ്, ആ നേതാവും പറഞ്ഞു അല്ല, നിങ്ങളുടെ ഒന്നും ആളല്ല, എന്റെ ആളാണ്, ഞങ്ങളുടെ ആളാണ്, ഞങ്ങളാണ് ഇബ്രാഹിം നബിയുടെ പാരമ്പര്യത്തിലുള്ളത്. 4 കൂട്ടർ അവകാശവാദം പറഞ്ഞപ്പോ ഇനി തീർപ്പ് പറയണല്ലോ. ആരാ തീർപ്പ് പറയേണ്ടത്? അല്ലാഹു ആയത്തിറക്കി. എന്താ ആയത്തിറക്കിയത്? മാ കാന ഇബ്രാഹീമു യഹൂദിയാ വലാ നസ്റാനിയാ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ. ഇബ്രാഹിം യഹൂദിയായിട്ടില്ല ഒരിക്കലും, നസറാനിയായിട്ടില്ല ഒരിക്കലും, അദ്ദേഹം ഒരിക്കലും ശിർക്ക് വെക്കുന്ന മുശ്രിക്കും ആയിട്ടില്ല. മറിച്ച് ഹൃദയത്തിൽ വളരെ കളങ്കമില്ലാതെ വളരെ ശുദ്ധനായി ജീവിച്ച വലം യകു മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഒരിക്കലും ശിർക്ക് ചെയ്യുന്നവനായിരുന്നില്ല എന്ന് വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ പുകഴ്ത്തി പറഞ്ഞ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പാരമ്പര്യം നിങ്ങൾക്കൊന്നും അവകാശപ്പെട്ടതല്ല, മറിച്ചതിന്റെ അവകാശി ആരാണെന്ന് അല്ലാഹു തുടർന്നു കൊണ്ട് പറഞ്ഞു, ഇന്ന ഔലന്നാസി ബി ഇബ്രാഹിമ ഹാദൻ നബിയു, ഇന്ന ഔലന്നാസി ബി ഇബ്രാഹിമ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ശരിക്കും അർഹതപ്പെട്ട ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിച്ച ശരിയായ വിശ്വാസത്തിൽ നിലകൊള്ളുന്നവർ ഈ നബി മാത്രമാണ്. ഈ നബിയെ പിൻപറ്റിയ മുഅ്മിനീങ്ങളും മാത്രമാണ്. അതല്ലാതെ പഴച്ച കക്ഷികളായ യഹൂദികളെ, ഇബ്രാഹിം നബി പഠിപ്പിച്ച തൗഹീദിൽ വെള്ളം ചേർത്ത യഹൂദികളെ, നസറാനികളെ, അറേബ്യൻ മുശ്രിക്കുകളെ, നിങ്ങൾക്കാർക്കും അതിന് വകുപ്പില്ല. കാരണം വിഗ്രഹാരാധനക്കെതിരെ, ശിർക്കിനെതിരെ പോരാ
പോരാടിയ മഹാരഥനായ ഇബ്രാഹിം നബിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ നബി എന്തിനെതിരെ പോരാടിയോ അതേ കാര്യമല്ലേ അദ്ദേഹത്തിന്റെ പേരിൽ വരെ അദ്ദേഹത്തിന്റെ കൈകളാൽ അല്ലാഹു നിർമ്മാണം പൂർത്തിയാക്കാൻ ഏൽപ്പിച്ച കഅബക്കകത്ത് തന്നെ കൊണ്ടുപോയി വെച്ചത്. ഒരു നബി എന്താശയമാണോ പഠിപ്പിച്ചത് ആ ആശയത്തിന് നേരെ എതിര് ചെയ്യുന്ന കക്ഷികൾ എങ്ങനെ ആ നബിയുടെ ആൾക്കാരാകും, ആ നബിയുടെ അനുയായികളാകും, ആ നബിയെ സ്നേഹിക്കുന്നവരാകും? അപ്പൊ പരിശുദ്ധ ഖുർആന നമുക്ക് പഠിപ്പിച്ചിരുന്നു. ഈ ചരിത്രം എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ മനസ്സൊന്നും ഒരിക്കലും പോകരുത്. എന്താ, അവകാശവാദക്കാര് പലരും ഉണ്ടാകും. പലരും പറയും ഞങ്ങളാ സുന്നത്ത് ജമാഅത്ത്, ഞങ്ങളാ സ്വർഗത്തിന്റെ പാർട്ടി, ഞങ്ങളാ നേരിന്റെ പാർട്ടി. സലഫികളെ നിങ്ങൾ പഴച്ചവര്, നിങ്ങൾ വളരെ മോശപ്പെട്ട ആളുകൾ. ഒരു സഹോദരനതാ, ഒരു വ്യക്തിയതാ പ്രസംഗിക്കുന്ന ഒരു ഭാഗം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. അതേ സലഫി കയറുന്ന ബസ്സിൽ വരെ കയറിപ്പോകല്ല. കാരണം സലഫി ഒരുത്തൻ ഒരു ബസ്സിന്റെ മുമ്പിലിരിക്കുമ്പോ ആ ഒരു കാറ്റിങ്ങനെ സലഫിന്റെ മുഖത്തെ കടിച്ച് ആ സലഫിയുടെ മുഖത്ത് തൊട്ട കാറ്റെങ്ങാനും നിന്റെ മുഖത്ത് തട്ടിപ്പോയാൽ നീ നശിച്ചു പോയത് തന്നെ. അത്രക്ക് അകറ്റി നിർത്തേണ്ട പേപ്പട്ടിയാണ്, ആ രൂപത്തിലാണെന്നൊക്കെ പറയുന്ന കക്ഷികളുണ്ട്. എന്താ ഇവരുടെ വിശ്വാസം? ഇവര് പറയാണ് ഞങ്ങൾക്ക് മുത്തുനബിയോട് ഇഷ്കാണ്, ഞങ്ങൾക്ക് മുത്തുനബിയോട് സ്നേഹമാണ്, ഞങ്ങൾക്ക് മുത്തുനബിയോട് ബഹുമാനമാണ്. എന്നിട്ടോ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ വിശ്വസിച്ചുകൊണ്ടാ നടക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് പോലും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സദാസമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ കാണുകയാണ് പോലും. ഓ മുസ്ലിമേ, അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകതയാണത്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. നിശ്ചയം അല്ലാഹ് നിങ്ങളുടെ മേൽ നിരീക്ഷകനായിട്ടുണ്ട്. സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ ഏകനായ റബ്ബാണ്. അങ്ങനെ മറ്റൊരാൾക്ക് നിരീക്ഷിക്കാനും നമ്മെ കാണാനും നമ്മുടെ ശബ്ദം കേൾക്കാനും നമ്മെ അറിയാനും നമ്മെ മനസ്സിലാക്കാനും ഒരാൾക്കും സാധ്യമല്ലല്ലോ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ പഠിപ്പിച്ചിട്ടുമുണ്ട്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ആരാണിവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്? ആരാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതും അവിടുത്തേക്ക് പരിചയമില്ലാത്തതും കൊണ്ടു നടക്കുന്നത്? ഇവിടെയുള്ള സുന്നികൾ എന്ന് പറയുന്ന സമസ്തക്കാരെന്ന് പറയുന്ന ആളുകൾ, ഞാൻ അവരിലെ സാധാരണക്കാരായ ആൾക്കാരോട് സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങൾ കുറ്റക്കാരല്ല. നിങ്ങളോട് ഇതുപോലെയുള്ള പലതും പ്രസംഗിക്കുന്ന ചില തങ്ങന്മാരുണ്ട്, ചില മുസ്ലിയാക്കന്മാരുണ്ട്. അവര് വന്ന് നിങ്ങളോട് പറയാണ് ഈ സലഫിൻ്റെത് കേൾക്കണ്ട, അവൻ പറയുന്നത് ശുദ്ധമായ കളവാണ് എന്ന് പറയുമ്പോ നിങ്ങൾ തിരിച്ചു ചോദിക്ക്. അതെ, ഒരു മഹാത്മാവിന്റെ ഖബറിന്റെ സമീപത്ത് ചെന്നിട്ട്, അത് സയ്യിദ് മദനിയുടെ ദർഗയാണെങ്കിലും ഇനി ഏത് ദർഗയാണെങ്കിലും ഖബറാണെങ്കിലും, ഒരു ഖബറിൽ മറപ്പെട്ട് കിടക്കുന്ന ആ വലിയെന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ ഖബറിന്റെ സമീപത്തേക്ക് ചെന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് നമ്മളൊരു കാര്യത്തിന് വേണ്ടി വിളിച്ച് സഹായം തേടിയാൽ, നമ്മെ സഹായിക്കാൻ വേണ്ടി ഒന്നുകിൽ അല്ലാഹ് അവിടെ ഒരു മലക്കിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്, അതല്ലെങ്കിൽ ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന വലിയ പുറത്തേക്ക് ഇങ്ങോട്ട് ചിലപ്പോ പുറത്തേക്ക് വതാറത്തൻ യഖ്റുജുൽ വലിയു മിൻ ഖബരിഹി, ഖബറിന്റെ ഉള്ളിൽ നിന്ന് വലിയ തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഫയഖ്ദീ ബിനഫ്സിഹി ത്വലബാത്ത്, ആവശ്യങ്ങൾ അവര് തന്നെ നേരിട്ടങ്ങ് വീട്ടിത്തരും. ഇത് കറയുന്ന മുസ്ലിയാക്കളോട് നിങ്ങൾ സാധാരണക്കാരെ, നിങ്ങൾക്ക് സത്യമറിയണമെന്നാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് വാശിയില്ല. നിങ്ങൾ ചോദിക്ക്, നമ്മുടെ സയ്യിദ് മദനിയുടെ പേരിലുള്ള ഉള്ളാളത്തെ മൗലിദിൽ അതില്ലേ? പെരുമ്പടപ്പ് പുത്തൻപള്ളി മലപ്പുറം ജില്ലയിലുള്ള പുത്തൻപള്ളിയുടെ പേരിലുള്ള മൗലിദിൽ അതില്ലേ? അവരുടെ ഖബറിന്റെ സമീപത്ത് ചെന്നാൽ ഒരു പക്ഷേ അവർ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് തന്നെ വരും, എന്നിട്ട് നമ്മളെ സഹായിക്കുമെന്ന് എഴുതിയിട്ടില്ലേ? തെളിവ് എവിടെയാണ് പ്രിയപ്പെട്ട മുസ്ലിയാരെ? അല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇതല്ലേ അള്ളാന്റെ റസൂല് മുന്നറിയിപ്പ് കൊടുത്തത്? ഓ സഹാബിമാരെ, നിങ്ങൾക്ക് പരിചയമില്ലാത്ത പുതിയ വാദങ്ങളുമായി പിൽക്കാലത്ത് ചില ആളുകൾ വരും, അവരെ സൂക്ഷിക്കണേ. അവര് നിങ്ങളെ പഴപ്പിക്കല്ല, അവര് നിങ്ങളെ നശിപ്പിക്കല്ലേ
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ ഭാഗത്തെയല്ലേ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് എവിടെയാ ദർഗ സ്ഥാപിച്ചത്? ഏത് പെട്ടിയിലാണ് പ്രത്യേകമായി പണമിടാൻ വേണ്ടി നിർദ്ദേശം വന്നത്? എത്ര സ്വഹാബിമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടും അല്ലാതെയും ഖബറടക്കി? അതിൽ ബദരീങ്ങളില്ലേ? അതിൽ വഹദീങ്ങളില്ലേ? മഹാരഥന്മാരായ പല സ്വഹാബിമാരുടെയും മരണകാലത്ത് ജീവിച്ചിരുന്ന മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരുടെയെങ്കിലും ഖബർ ഭൂമിയിൽ നിന്ന് ഉയരത്തിലേക്ക് കെട്ടിപ്പടുത്തിട്ടുണ്ടോ? അത് പാടില്ലെന്നല്ലേ പറഞ്ഞത്? ആരുടെ ഖബറാണെങ്കിലും ഭൂമിയുടെ സമനിരപ്പിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഉയർത്താൻ പാടില്ലെന്നല്ലേ നിയമം? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും, ഇങ്ങനെ 3 ഖബറുകൾ മദീനയിൽ ഒരൊറ്റ റൂമിന്റെ അകത്താണുള്ളത്. ആ 3 ഖബറുകളും ഇന്ന് കാണാൻ കഴിയില്ല, ഒരാൾക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. പണ്ട് കാലത്ത് അഥവാ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് കാണാൻ കഴിഞ്ഞ മഹാരഥന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചത്, ഞങ്ങൾ ആ 3 ഖബറുകളും കണ്ടപ്പോൾ അത് ഭൂമിയിൽ നിന്ന് ഒരു ചാട് മാത്രം ഉയർത്തപ്പെട്ട നിലക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിലപ്പുറമുള്ളത് അതേ പിൽക്കാലത്ത് ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ട നുണകളല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറാണെന്ന് പറഞ്ഞിട്ട് കെട്ടി ഉയർത്തപ്പെട്ട ഒരു വലിയ സാധനത്തിന്റെ ഫോട്ടോ പലരും ചുമരിൽ ബറക്കത്തിന് തൂക്കുന്നില്ലേ? വാഹനങ്ങളിൽ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചതാണോ? അവിടുന്ന് ഖബറുകൾ കെട്ടി ഉയർത്തുന്നത് നിരോധിച്ചിട്ടില്ലേ? അവിടെ വിളക്ക് കൊളുത്തുന്നത് നിരോധിച്ചിട്ടില്ലേ? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ ഇന്ന് സമൂഹം ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തേക്ക് ഒരു ശരീരമല്ലേ ഉണ്ടായിരുന്നത്? അവിടുത്തേക്ക് 40 തടി ഉണ്ടായിരുന്നുവോ? 360 തടി ഉണ്ടായിരുന്നുവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞില്ലേ, ഓ സഹാബിമാരെ, നിങ്ങളും നിങ്ങളുടെ പൂർവീകരും കേൾക്കാത്ത വാദങ്ങളുമായി ചില ദജ്ജാലികൾ, ചില നുണയന്മാര് പിൽക്കാലത്ത് വരും, സൂക്ഷിച്ചോളണേ എന്ന മുന്നറിയിപ്പ് സലഫികളെ കുറിച്ചാണോ? സലഫികൾ ഒരിക്കലും അല്ലാഹുവിന്റെ റസൂൽ പറയാത്ത ഒരു കാര്യം ഔലിയാക്കളുടെ പേരിൽ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഒരു വലിയനും ഒന്നിലേറെ തടിയില്ല, ഒരു വലിയനും ഒരുപാട് ശരീരമില്ല. ഏത് വലിയാണെങ്കിലും ഒരു ശരീരമേയുള്ളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു തടിയേ ഉണ്ടായിരുന്നുള്ളൂ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും അങ്ങനെ തന്നെ. ആ തടി എപ്പോഴും നിസ്കരിച്ചിട്ടുമുണ്ട്, ആ തടി എപ്പോഴും നോമ്പെടുത്തിട്ടുമുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുക്കാത്ത ചില ഔലിയാക്കന്മാരെ പറ്റി ഇവിടെ സമസ്തക്കാരെന്ന് പറയുന്ന, സുന്നികളെന്ന് വെറുതെ പറയുന്ന സുന്നത്തിനോട് വിരോധമുള്ള കക്ഷികൾ ഇവിടെ ചില ഔലിയാക്കളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അവർക്ക് 40 തടിയാണ്, അതല്ല 360 തടിയാണ്. അവരിവിടെ നിസ്കരിക്കുന്നത് ചിലപ്പോ നമ്മൾ കാണൂല. അവർ റോട്ടിലൂടെ കഞ്ചാവടിച്ച് നടക്കുമ്പോഴും റമദാനിൽ അവർ ചായ തന്നാലും കുടിച്ചോളണമെന്നാണ്. കാരണം കോഴിക്കോട്ടുകാരനായ, കോഴിക്കോട് ജില്ലയിലെ മടവൂര് പ്രദേശത്തുകാരനായ CM മടവൂര്, അയാളുടെ വലിയ മദ്ഹായിക്കൊണ്ടല്ലേ അവരിറക്കിയ പുസ്തകത്തിൽ എന്റെ സാധാരണക്കാര് മനസ്സിലാക്കണം, ആരാണിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പരിചയമില്ലാത്ത പുത്തൻവാദം കൊണ്ടുവന്നത്? സലഫികളാണോ അതോ ഇവിടെ ഞങ്ങളാണ് അതിന്റെ ആളുകൾ, സലഫികളെ പേപ്പട്ടികളെ പോലെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന കക്ഷിയാണോ ഇവിടെ പ്രവാചകന് പരിചയമില്ലാത്ത വിശ്വാസം കൊണ്ടുവന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാര് അവരൊക്കെ എത്ര ഉന്നതമായ ദർജയിൽ എത്തിയപ്പോഴും നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. അവര് നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല, അവര് നോമ്പൊഴിവാക്കിയിട്ടില്ല. അതേ അവസരത്തിൽ CM മടവൂരിനെ കുറിച്ച് എഴുതിയിട്ടുള്ള മദ്ഹ് പുസ്തകത്തിൽ എന്താ പറഞ്ഞത്? അദ്ദേഹം പരിശുദ്ധ റമദാനിൽ പോലും ചായ കുടിച്ചിരുന്നു. കാണാൻ വന്നിരുന്ന സന്ദർശകരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചായ കുടിപ്പിച്ചിരുന്നു. ആലോചിച്ചു നോക്കണം. എന്നിട്ട് ന്യായം എന്താ പറയുന്നത്?
ഒരാൾ ചോദിക്കുകയാണ്, മുസ്ലിയാരെ, ഇങ്ങനെ CM മടവൂരിന്റെ കറാമത്തായിട്ട് അദ്ദേഹത്തിന്റെ മദ്ഹിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്ത്? അദ്ദേഹം റമദാനിൽ ഇങ്ങനെ ചായ കുടിച്ചിരുന്നു, വരുന്നവർക്ക് ചായ കുടിപ്പിച്ചിരുന്നു. അങ്ങനെ വലിയ കൊടുത്ത ചായ കുടിച്ച നോമ്പ് മുറിയുമോ? എന്താണ് വിധി? ഇനി അയാൾ ആ നോമ്പ് ഖളാ വീട്ടണോ എന്ന് ചോദിക്കുമ്പോൾ അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്ത ഈ കമ്പനിയുടെ നേതാവ് ജനങ്ങളോട് മറുപടി പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്നോ, അയാളുടെ നോമ്പ് ശരിയാണ്, ഖളാ വീട്ടണ്ട. കാരണം അയാളെ ഭക്ഷിപ്പിച്ചത് അള്ളയാണ്, കുടിപ്പിച്ചത് അള്ളയാണ്. ഏതുപോലെ നോമ്പുകാരനായിരിക്കുന്ന ദിവസത്തിൽ നമ്മൾ മറന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയില്ലല്ലോ. അതിന് കാരണം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് അത്അമഹുല്ലാഹു വസഖോ, അള്ളയാണ് അവനെ ഭക്ഷിപ്പിച്ചത്, അള്ളയാണ് അവനെ കുടിപ്പിച്ചത്. അതുകൊണ്ട് നോമ്പ് തുടർന്നോട്ടെ. അതേപോലെ ഇവിടെ ശൈഖ് തന്ന ചായ കുടിച്ചാൽ നോമ്പ് മുറിയൂല. കാരണം ശൈഖ് എന്ന് പറഞ്ഞ അള്ളയാണ്, അള്ളാഹ് എന്ന് പറഞ്ഞ ശൈഖാണ്. എല്ലാം ഒന്നാണ്, ഇവിടെ രണ്ടില്ലല്ലോ, എല്ലാം ഒന്നാണ്. അതുകൊണ്ട് അവരിവിടെ പറഞ്ഞാൽ അതനുസരിച്ചു കൊണ്ട് ജീവിച്ചാൽ അത് അള്ള നമുക്ക് തന്ന ഭക്ഷണമാണ്, അള്ള തന്ന ചായയാണ്, വെള്ളമാണ്. അതുകൊണ്ട് നോമ്പ് മുറിയൂല. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരെ കൊണ്ടാണ് നോമ്പ് മുറിപ്പിച്ചത്? ആർക്കാണ് ഇങ്ങനെ ഭക്ഷണം കൊടുത്തത്? ഇസ്ലാമാണോ ഈ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്? അതേ സ്വർണത്തിന്റെ ചെയിന് ധരിച്ചിരുന്നു CM മടവൂരെന്ന്, അതുപോലെ തന്നെ സിഗരറ്റ് തുരുതുരാ വലിച്ചിരുന്നു എന്ന്, നിസ്കരിക്കുന്നത് കാണൂലായിരുന്നു. അത് ചോദ്യം ചെയ്തപ്പോ കൈപ്പത്തി ഉയർത്തിയിട്ടാണ് കാണിച്ചു കൊടുത്തത്. അപ്പോൾ ആ കൈവെള്ളയിൽ ഇങ്ങനെ കഅബയുടെ തെളിയുന്നു, സ്ക്രീനിൽ കഅബ തെളിയുകയാണ്. ആ കഅബക്ക് ചുറ്റും നിന്ന് CM മടവൂരി ഇമാമായി നിസ്കരിക്കുന്നത് ചോദ്യം ചോദിക്കാൻ ചെന്ന വ്യക്തിയെ കാണിപ്പിക്കുന്നു. വിഡ്ഢിത്തരമേ, പൊട്ടത്തരമേ, ഇതാണോ സുന്നത്ത് ജമാഅത്ത്? എന്റെ സാധാരണക്കാരായ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, ഇവർ ഈ സമൂഹത്തോട് പറയുന്നതൊന്ന് വേറെ, അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതൊന്ന് വേറെ. അള്ളാഹുവിലേക്ക് ഒരാൾ അടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് നിസ്കാരം നിർബന്ധമില്ലാത്ത ഒരു സമയമുണ്ടാകുമോ? ഒരിക്കലുമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേ മമ്പുറത്തെ തങ്ങളെ കുറിച്ച് ഇവരെഴുതിവിട്ട മദ്ഹിൽ അവരെന്താ പറഞ്ഞത്? മമ്പുറത്തെ തങ്ങളും നിസ്കരിക്കൂലായിരുന്നു പോലും. എന്നിട്ടോ എല്ലാ ദിവസവും മദീനത്തും മക്കത്തും പോയിട്ട് ഹറമിൽ പോയിട്ടാണ് അത്ര നിസ്കരിച്ചിരുന്നത്. കണ്ണടച്ച് മിഴിക്കുമ്പോഴേക്ക് മക്കയിലെത്തുന്നു, മദീനയിലെത്തുന്നു, നിസ്കരിച്ച് മടങ്ങി വരുന്നു. അവിടുത്തെ മമ്പുറത്തെ പള്ളിയിൽ വരുന്നില്ലെന്ന് പറയുന്നു. എന്തൊക്കെ കെട്ടുകഥകളാണ് ഔലിയാക്കളെ സംബന്ധിച്ചു പറഞ്ഞത്. എന്നിട്ടതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ഒരു കളവും. ഇതൊക്കെ പറഞ്ഞ കൂലിയുണ്ട് എന്ന് സാധാരണക്കാരെ പഠിപ്പിക്കാൻ വേണ്ടി. കേൾക്കണോ നിങ്ങൾക്ക് അവര് പറയുന്ന ഹദീസ് എന്ന പേരിലുള്ള ഒരു വാചകം? അതേ ഇവരുടെ മുസ്ലിയാക്കന്മാര്, അതേ ഇപ്പം മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ മദ്ഹ് പറയുമ്പോഴും, ഏത് ദർഗയിൽ മദ്ഹ് പറയുമ്പോഴും, ഏത് ഉറൂസിന്റെ പ്രസംഗത്തിലും, ഏത് ദർഗയുടെ ഉത്സവത്തിന്റെ പറമ്പിൽ വെച്ചും ജനങ്ങളോട് ഇവർ ഓതിക്കേൾപ്പിക്കുന്ന ഒരു ഹദീസ് എന്ന് പറയുന്ന ഒരു തുണ്ടമുണ്ട്. അതെന്താണെന്നോ? ദിക്റുൽ അംബിയാഇ ഇബാദ വദിക്റുസ് സാലിഹീന കഫാറാ. എന്താണ് ഇതിന്റെ അർത്ഥമെന്നോ? ദിക്റുൽ അംബിയാഇ, അംബിയാക്കളെ കുറിച്ച് ഇങ്ങനെ പറയൽ, ഒന്നുകിൽ അവരെ പേര് പറയൽ, അതല്ലെങ്കിൽ അവരെ ഇങ്ങനെ ഗുണം പറയൽ, അവരുടെ മദ്ഹ് പറയൽ, അത് ഇബാദത്താണ് പോലും. അമ്പിയാക്കളെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൽ ഇബാദത്താണ് പോലും. ഔലിയായിനെ സംബന്ധിച്ചു പറയുന്നത് നമ്മുടെ പാപമോചനത്തിന് കഫാറത്താണ് പോലും. നേരെ മറിച്ചുമുണ്ടത്രേ. ദിക്റുൽ അംബിയാഇ കഫാറത്തുൻ വദിക്റുൽ ഔലിയാഇ ഇബാദത്തുൻ. കള്ള ഹദീസാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ അമ്പിയാക്കളുടെയും ശുഹദാക്കളുടെയും സിദ്ദീഖീങ്ങളുടെയും സാലിഹീങ്ങളുടെയും ആ രൂപത്തിലുള്ള ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൽ അത് ശരിയായ ഒരു കാര്യമാണോ പറയുന്നത്? ഒരിക്കലുമല്ല. ധാരാളം കളവുകളാണ് മഹാന്മാരെ കുറിച്ച് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിലുള്ള മൗലിദുകളിൽ
അതുപോലെ തന്നെ മഹാരഥന്മാരായ ആൾക്കാരുടെ പേരിലുള്ള മൗലിദുകളിൽ എത്രയെത്ര കളവുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫാത്തിമ ബീവിയുടെ പേരിൽ മൗലിദുണ്ട്, ഹസൻ ഹുസൈൻ എന്നവരുടെ പേരിൽ മൗലിദുണ്ട്, അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ മൗലിദുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിന് പോയപ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള മൗലിദ് കിതാബിൽ എഴുതി വിട്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിന് പോയപ്പോ അവിടെയുണ്ടത്രേ അലിയാർ ഇങ്ങനെ നിൽക്കുന്നു. അലി റളിയല്ലാഹു അൻഹു ആകാശത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ നബിക്ക് അത്ഭുതമായി, അലി അങ്ങനെ ഇവിടെ എത്തി. ഉടനെ നബി തങ്ങൾ ചോദിച്ചു പോലും, എന്താണ് ഈ സംഭവം? എനിക്ക് മുമ്പേ അലിയാരെ ഇങ്ങോട്ട് മിഅ്റാജ് കൊണ്ടുവന്നതാണോ? ഞാൻ വരുന്നതിന്റെ മുമ്പേ മിഅ്റാജ് അലിയാരെ കൊണ്ടുവന്നതാണോ? ആ സമയത്ത് അവിടുന്നുള്ള മറുപടി എന്താണ്? ഈ ആകാശ ലോകത്തുള്ള മലക്കുകൾക്ക് ഒരു സെക്കൻഡ് നേരം പോലും അലിയെ കാണാതെ കഴിയൂല. അത്രക്ക് പിരിശമാണ്, സ്നേഹമാണ്. അതുകൊണ്ട് അലിയെ എപ്പോഴും ഇങ്ങനെ കാണാൻ വേണ്ടി ആകാശ ലോകത്തുള്ള ഒരു മലക്കിന് അലിയുടെ രൂപം കൊടുത്ത് ഇവിടെ നിർത്തിയിരിക്കുകയാണ് എന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ മൗലീദ് കെട്ടിയുണ്ടാക്കിയ ഓ മുസ്ലിയാക്കളെ, നിങ്ങൾ സാധാരണക്കാരോട് പറഞ്ഞു കൊടുക്ക്, അള്ളാന്റെ റസൂൽ എപ്പോഴായിരുന്നു നിങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ സംഭവിച്ചുവെന്ന്? മിഅ്റാജിന് പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പരിചയമില്ലാത്ത ഈ ഒരു വാർത്ത അതേ ദജ്ജാലികളായ കള്ളവാദികളായ ചിലര്, നിങ്ങൾക്ക് അറിയാത്ത, നിങ്ങളുടെ മുൻഗാമികൾ കേട്ടിട്ടില്ലാത്ത പല വാദങ്ങളുമായി രംഗത്ത് വരുമ്പോ അവരെ സൂക്ഷിക്കണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകം ഇത് ഇല്ലെന്ന് പറയുന്ന സലഫികളെ കുറിച്ചാണോ, അതോ അതുണ്ടെന്ന് എഴുതി പ്രസിദ്ധീകരിച്ച് വിറ്റ് നടക്കുന്ന ഈ കമ്പനിയെ കുറിച്ചാണോ? ഒന്ന് നിഷ്പക്ഷമായി ചിന്തിക്കണേ. ഇല്ലെങ്കിൽ ആ മൗലിദിൽ അങ്ങനെ ഇല്ലെന്ന് പറ. മഹാരഥന്മാരായ ആരെയാണ് വിട്ടത്? ആരെയൊക്കെ കുറിച്ചാണ് കുറ്റം പറഞ്ഞത്? ആരെയൊക്കെയാണ് ഭീകരത കാണിക്കുന്ന ആളുകളായി ചിത്രീകരിച്ചത്? ഇപ്പൊ ഇതാ ഈ മാസം എന്ന് പറയുന്നത് ജീലാനിയോട് വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മാസമാണ്. ഓരോന്നിനും ഓരോ മാസം. റബീഉൽ അവ്വലായപ്പോ നബി മാസമായിരുന്നു, റബീഉൽ ആഖിറായപ്പോ ജീലാനി മാസമാണ്. എല്ലായിടത്തും എഴുതി വെച്ചു യാ ഗൗസി യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. മലയാളത്തിൽ എഴുതി വെച്ചു മുഹയ്യിദ്ദീൻ ശൈഖേ തുണ, മുഹയ്യിദ്ദീൻ ശൈഖേ തുണ. മുസ്ലിമീങ്ങൾക്കുണ്ടോ അങ്ങനെ ഒന്ന്? മുസ്ലിമീങ്ങൾക്ക് അല്ലാഹുവേ തുണ, അവനല്ലേ സ്രഷ്ടാവ്, അവനല്ലേ റിയന്താവ്. അതേ മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി, ആ മഹാനായ പണ്ഡിതനെ ഞാൻ നേരത്തെ അവിടെ നിന്നല്ലേ നിങ്ങളോട് ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിലേക്ക് പോയത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന കമ്പനി ഇബ്രാഹിം നബി പഠിപ്പിച്ച ആദർശത്തിനെതിരാണ് ചെയ്തത്. ഈസാ നബിയോട് സ്നേഹമുണ്ടെന്ന് പറയുന്ന കമ്പനി, മറിയം ബീവിയോട് സ്നേഹമുണ്ടെന്ന് പറയുന്ന ക്രിസ്ത്യാനി കമ്പനി, അവര് പഠിപ്പിച്ച ആശയത്തിന്റെ എതിരല്ലേ ലോകത്തോട് പഠിപ്പിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടും അഹ്ലു ബൈത്തിനോടും സ്നേഹമുണ്ടെന്ന് പറയുന്ന കമ്പനി, അവര് പഠിപ്പിച്ച ആശയത്തിനെതിരല്ലേ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയോട് സ്നേഹമുണ്ടെന്ന് പറയുന്ന കമ്പനി, ആ ശൈഖ് പഠിപ്പിച്ചതിനെതിരല്ലേ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ചു നോക്ക്. ശൈഖിനെ ഏറ്റവും വലിയ ക്രൂരനാക്കുന്നു, വലിയ ഭീകരവാദിയാക്കുന്നില്ലേ അവരെഴുതിയ കിതാബിൽ? ഒരൊറ്റക്കൊന്ന് രണ്ട് കഥകൾ ഞാൻ സാമ്പിൾ പറയട്ടെ. അതേ മുഹയ്യിദ്ദീൻ ശൈഖിന്റെ പേരിൽ അവരുണ്ടാക്കിയ മൗലിദ് കിതാബിൽ മുഹയ്യിദ്ദീൻ ശൈഖിനെ കുറിച്ച് പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കിതാബുണ്ട്. ആ കിതാബിൽ അറബിയിൽ അവർ എഴുതി വെച്ച ഒരു കാര്യം ഞാൻ നിങ്ങളോട് കേൾപ്പിക്കട്ടെ. മുഹയ്യിദ്ദീൻ ശൈഖിന്റെ ഒരു മുരീദ്, മുഹയ്യിദ്ദീൻ ശൈഖിന്റെ ഒരു അനുയായി മരിച്ചു പോയപ്പോൾ അയാളെ ആൾക്കാരൊക്കെ കൂടി കബറടക്കിയ നേരത്ത് വജാഅഹുൽ മലക്കാൻ, മുൻകർ നകീർ ചോദ്യം ചെയ്യാൻ വന്നു. എന്റെ ഉമ്മമാരും സഹോദരന്മാരും എല്ലാവരും ഈ സലഫികളെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന മുസ്ലിയാക്കന്മാരെ പിടിച്ചു നിർത്തിയിട്ട് സ്നേഹത്തോടെ ചോദിക്കണം, അല്ല മൊയ്ലിയാരെ, അല്ല തങ്ങ, അല്ല തങ്ങളെ, ഇങ്ങനെ നമ്മൾ പറയുന്നുണ്ടോ? ഇങ്ങനൊരു വിശ്വാസമുണ്ടോ? എന്താ കേൾക്കാൻ പോകുന്നു? കേട്ടോളൂ നിങ്ങൾ. മുഹയ്യിദ്ദീൻ ശൈഖിനെ കുറിച്ച് എഴുതുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു മുരീദ് മരിച്ചപ്പോ അദ്ദേഹത്തെ കബറടക്കിയ ഉടനെ തന്നെ ചോദ്യം ചെയ്യാൻ മലക്ക് വരുന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ചോദ്യം ചോദിക്കാൻ വരുന്നു. ഇയാളോട് ചോദിക്കുകയാണ്, മാ
റബ്ബുക വമൻ നബിയുക വമാ ദീനുക, നിന്റെ റബ്ബാരടോ, നിന്റെ നബി ആരടോ, നിന്റെ ദീനേതടോ എന്നിങ്ങനെ ചോദിക്കുമ്പോ ഫഖാല ലഹുമായി മുരീദ് കൊടുക്കുന്ന മറുപടി മാ അരിഫു ശൈഖൻ ഇല്ലാ മാ അരിഫു ശൈആ, എനിക്കൊന്നും അറിയില്ല ഇല്ലാ ശൈഖി അസ്സയ്യിദ് അബ്ദുൽ ഖാദിർ, എനിക്ക് മൊയ്‌ദി ശൈഖിനെ അറിയാം, മൊയ്‌ദി ശൈഖ് മാത്രമേ എനിക്കറിയുള്ളൂ. മാ റബ്ബുക മൊയ്‌ദി ശൈഖ് യാ ഗൗസ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, മൂപ്പരല്ല കുത്തുബിയത്തിന്റെ ആളാ, ജീലാനി മാസല്ലേ, ഷെയ്ഖേ തുണ, മൂപ്പർക്ക് അതേ പരിചയമുള്ളൂ. കാരണം മൂപ്പര് എന്തു ചോദിച്ചാലും എല്ലാത്തിനും ഉത്തരം പറയണത് ഹൗസുല്ലാദം മുഹയ്യിദ്ദീൻ സയ്യിദ് അബ്ദുൽ ഖാദിർ എന്നിങ്ങനെ മറുപടി കൊടുത്തപ്പോ ഇവര് തന്നെ എഴുതുന്ന വാചകമാണ് ഞാൻ വായിക്കുന്നത്. ഫതഹയ്യറൽ മലകാനി, രണ്ട് മലക്കുകളും പരിഭ്രാന്തരായി. സർവീസിനടക്കം ഇങ്ങനെ ഒരു മറുപടി പരിചയമില്ലല്ലോ. അപ്പൊ പരിഭ്രമമായപ്പോ ഈ രണ്ട് മലക്കുകളും അള്ളാനോട് പറഞ്ഞു, യാ റബ്ബ്, എന്റെ റബ്ബേ, അൻത അഅലമു, നിനക്കറിയാമല്ലോ നിന്റെ ഈ ദാസൻ ഇയാള് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചോദിക്കുമ്പോ മറുപടി പറയുന്നത്. ഫഅമറഹും അല്ലാഹു അവ രണ്ട് മലക്കുകളോടും കൽപ്പിച്ചു, ബിഅദാബിഹി, കൊടുക്കടാ അടി, ശിക്ഷ കൊടുക്ക്. അടിക്കാൻ പറഞ്ഞു അല്ലാഹ്, ശിക്ഷയാണ് കൊടുക്ക്, മൊയ്‌ദി ശൈഖോ കൊടുക്ക്, ശിക്ഷ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആ രണ്ട് മലക്കുകളും ഇയാളെ ശിക്ഷിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോ അവിടെ ഇങ്ങ് പ്രത്യക്ഷപ്പെട്ടിട്ട് മുൻകറിനോടും നക്കീറിനോടും പറഞ്ഞു, ഇന്നഹു ഇല്ലം യഅരിഫില്ലാഹ വറസൂലഹു വദീനഹു, ഈ മനുഷ്യന് അള്ളാഹനെ അറിയില്ലെങ്കിലും അള്ളാന്റെ റസൂലിനെ അറിയില്ലെങ്കിലും അവന്റെ ദീനിനെ കുറിച്ച് അറിയില്ലെങ്കിലും ഫഇന്നഹു യഅരിഫുനി, അവന് എന്നെ നന്നായി അറിയാലോ, അവൻ എന്നെ പിൻപറ്റിയ മുരീദാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചോദ്യം ചോദിക്കണമെങ്കിലും എന്നോട് ചോദിച്ചോ, അതുകൊണ്ട് ഞാനാ മറുപടി പറയുക. അതുകൊണ്ട് അവനെ ശിക്ഷിക്കാൻ പാടില്ല, തൊട്ടുപോകരുത്. മലക്കുകൾ പിന്നെയും ബേജാറായി. അവരല്ലാഹുവിനോട് പറഞ്ഞു, യാ റബ്ബ്, എന്റെ റബ്ബേ, നിനക്കറിയാലോ നിന്റെ മഹബൂബ്, നിന്റെ മജ്ദൂബായ ഗൗസുൽ ആദം സുൽത്താൻ മുഹയ്യിദ്ദീൻ സയ്യിദ് അബ്ദുൽ ഖാദിർ ഇങ്ങനെയൊക്കെ ഞങ്ങളോട് പറയുന്നുണ്ട്. അല്ലാഹ് പറഞ്ഞു, കൊടുക്കടാ അടി, ശിക്ഷിക്കടോ, മാറി നിൽക്കല്ലേ, കൊടുക്ക്. ആ മറുപടി പറയുന്നുവെങ്കിൽ ഇനിയും കൊടുക്ക്, ശിക്ഷ കൊടുക്ക്. ഫഅമറഹുമാ ബിതഅദീബിഹി, ശിക്ഷ അതേ ശിക്ഷിക്കാൻ വേണ്ടി ഓർഡറിടുന്നു. രണ്ടാളും കൂടി ആ മനുഷ്യനെ ശിക്ഷിക്കാൻ ഒരുങ്ങിയപ്പോൾ മലക്കുകളുടെ കയ്യിൽ നിന്ന് ആ ഹാമർ, ആ ഇരുമ്പിന്റെ ഗദ ഈ മുഹയ്യിദ്ദീൻ ശൈഖ് വന്നിട്ട് ഒരൊറ്റ പിടുത്തം അങ്ങ് പിടിച്ചു വാങ്ങുന്നു. എന്നിട്ട് വഖാല ലഹുമാ, ഇവരോട് രണ്ടാളോടും പറഞ്ഞു, ലാ തഖറബാ ഇലൈ, അടുത്തു പോകരുത്, തൊട്ടു പോകരുത്. വടിയിങ് പിടിച്ചു വാങ്ങിയില്ലേ. അപ്പോഴേ കഥാ അള്ളാന്റെ ഭാഗത്ത് നിന്ന് വിളിയാളം വരുന്നു, അഫൗതു അൻഹു, ഞാൻ മാപ്പാക്കിയിരിക്കുന്നു, ശിക്ഷിക്കണ്ട. അള്ളാന്റെ അടുക്കുന്ന ഓർഡർ വരുന്നു. ഓ മുസ്ലിയാക്കളെ, സലഫിന്റെ കാറ്റ് തട്ടിയ കാറ്റ് നിങ്ങളുടെ മുഖത്തേക്ക് വന്നാ കുഴപ്പമാണല്ലേ, സലാം പറയാൻ പാടില്ല അല്ലേ, പേപ്പട്ടി വിഷം പോലെ മൂലക്കിരുത്തണമല്ലേ, സലാം പറയാൻ പാടില്ല അല്ലേ, മരിച്ചാൽ അവന്റെ ശവം കാണാൻ പോകണ്ട അല്ലേ, നിങ്ങളുടെ ഭാഷയാ പറയുന്നത്. മരിച്ചാ കാണരുത്, അവൻ വന്നാ പോടാ പുറത്ത് എന്ന് പറയണമെന്നല്ലേ പറഞ്ഞത്. അങ്ങനെ ആട്ടിയകറ്റണം എന്ന് പറഞ്ഞ, എല്ലാ അർത്ഥത്തിലും മാറ്റിയകറ്റേണ്ടവരെന്ന് പറഞ്ഞ സലഫികൾ ഉണ്ടല്ലോ. ആ സലഫികൾ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം കൊണ്ട് വിളിച്ചു പറയുന്നു, ഇത് ശുദ്ധമായ കളവാണ്, ഇത് ശുദ്ധമായ കളവാണ്. അതേ അവസരത്തിൽ നിങ്ങളുടെ കിതാബിലാണ് എഴുതി വിട്ടിട്ടുള്ളത്. ഇത് വിശ്വസിക്കുന്ന നിങ്ങൾ സുന്നത്ത് ജമാഅത്താണല്ലോ. അള്ളാന്റെ റസൂല് പറഞ്ഞത് എത്ര സത്യമാണ്. ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾക്ക് പരിചയമില്ലാത്ത പുതിയ വാദങ്ങളുമായി ചില കള്ളവാദികൾ രംഗത്ത് വരുമ്പോ നിങ്ങൾ അവരെ സൂക്ഷിക്കണേ. അവര് നിങ്ങളെ പഴപ്പിക്കാൻ നിന്നുകൊടുക്കല്ലേ. എത്ര സത്യമാണ് ഈ പറഞ്ഞത്. ഇതല്ലെങ്കിൽ മുസ്ലിയാക്കൾ ഇത് നിഷേധിക്കട്ടെ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു കിതാബുമില്ല, ഞങ്ങൾ അങ്ങനെ എഴുതിയിട്ടുമില്ലെന്ന് പറയട്ടെ.
വളരെ കൃത്യമായി നമ്മൾ ആലോചിക്കണം. ഇങ്ങനെ മഹാന്മാരെ കുറിച്ച് എത്രയാണ് നുണകൾ എഴുതിവിട്ടത്, എത്രയെത്ര കളവുകളാണ് പ്രചരിപ്പിക്കുന്നത്, എത്ര മാലകളാണ് ഉണ്ടാക്കിയത്, എത്ര മൗലിദുകളാണ് രചിക്കപ്പെട്ടത്, എത്രയെത്ര കുതന്ത്രങ്ങളാണ് ഇതിലൂടെയൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ പറയുന്നത്. എന്നിട്ട് അതൊക്കെ ചെല്ലിയാ കൂലി കിട്ടുമെന്ന് പറയാൻ വേണ്ടി ദിക്റുൽ അംബിയായി ഇബാദ വ ദിക്റുൽ ഔലിയായി കഫാറ, ഇതൊക്കെ ചൊല്ലിയാ പാപം പൊറുക്കുമെന്നും ഇബാദത്താണ് കൂലി കിട്ടുമെന്നുമൊക്കെ പാമരജനങ്ങളെ പറ്റിച്ചിട്ട് അവരിൽ നിന്ന് ഭക്ഷണം വാങ്ങിയിട്ട് അവരിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് അവരെ കൊണ്ട് ഈ സമൂഹത്തിന്റെ ഇടയിൽ അന്ധവിശ്വാസത്തിന്റെ പ്രചാരകരും പ്രബോധകരുമാക്കി അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങളൊക്കെ തങ്ങകളാണ്, ഞങ്ങളൊക്കെ തങ്ങന്മാരാണ്, ഞങ്ങൾ പറയുന്നതങ്ങ് കേട്ടോളണം, ഇല്ലെങ്കിൽ തീപിടുത്തമാണ്, ഇല്ലെങ്കിൽ ക്യാൻസറാണ്, ഇല്ലെങ്കിൽ കിഡ്നി പോക്കാണ്, ഇല്ലെങ്കിൽ അപകടമാണ് എന്നൊക്കെ പറഞ്ഞു പറ്റിക്കുമ്പോ മഹാന്മാരായ ഇസ്ലാമിക പ്രബോധകന്മാർ ഈ ലോകത്ത് പഠിപ്പിച്ച ഇസ്ലാം എവിടെ? നിങ്ങളിന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാം എവിടെ? നിങ്ങളെ കണ്ടിട്ട് മറ്റൊരും തെറ്റിദ്ധരിക്കുകയാണ്. അതേ ദർഗയിൽ അതാ ജാറം കെട്ടി ഉയർത്തി ഉറൂസ് നടത്തി അവിടെ നിന്ന് ഇത്തരം കെട്ടുകഥകളും കള്ളക്കഥകളും ഒക്കെ പ്രചരിപ്പിച്ച് അവിടെ വിളക്ക് കൊളുത്തി അതേ അവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് സഹായം തേടി അവർക്ക് നേർച്ച വഴിപാടുകളിലൊക്കെ അർപ്പിച്ച് ആ രൂപത്തിൽ അതാ സൃഷ്ടികളെ വിളിച്ച് തേടുമ്പോ, സഹായം തേടുമ്പോ അല്ല പറയുന്നുവോ സൃഷ്ടികളെ, ഒരു സൃഷ്ടിയെയും വിളിച്ച് തേടല്ല, അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു തേടാവൂ. അപ്പൊ ആ ആയത്തിനെയും ദുർവ്യാഖ്യാനിക്കാൻ, അല്ല പറഞ്ഞ അതേ ആയത്തിനെയും ദുർവ്യാഖ്യാനിക്കാൻ ഒരു കമ്പനി രംഗത്ത് വന്നാലോ? അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ രണ്ടാമത്തെ സൂറത്തായ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي فَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. അതേ വഇദാ സഅലക ഇബാദി അന്നി, നബിയേ എന്നെക്കുറിച്ച് നിന്നോട് ചോദിച്ചാൽ ഞാൻ അവരുടെ സമീപത്താണെന്ന് പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരെയല്ല, നമുക്കെല്ലാം വിളിച്ചവനോട് പ്രാർത്ഥിക്കാം. അവനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് അവൻ ഉത്തരം കൊടുക്കും. മുജീബു ദഅവത്തദ്ദാഇ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം കൊടുക്കും. ഇദാ ദാൻ, അവൻ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ. ഈ ആയത്തിനതാ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന നിലക്ക് ഈ ആയത്തിന് പോലും ദുർവ്യാഖ്യാനം ചമച്ചു. ഈ ആയത്തിന്റെ പേരിൽ തന്നെയും ഏറ്റവും വലിയ കളവാണ് സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്തത്. നമ്മൾ ആലോചിക്കണം, ഈ ആയത്ത് ഓതുമ്പോ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കണമെന്ന്. അതേ ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത് തന്നെ എന്താണ്? നമുക്ക് വല്ല ഉപകാരവും കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ആരോട് പറയണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയണം. ശരിക്കും മനസ്സിലാക്കണം, അവരെഴുതിയ ഖുർആൻ പരിഭാഷ മലയാളത്തിലുള്ള ഖുർആൻ വ്യാഖ്യാനത്തിൽ നിന്ന് ഞാനൊരു വരി വായിക്കട്ടെ. ഞാൻ ഈ കേൾപ്പിച്ച ആയത്ത് ഏതായത്ത്? എന്നെക്കുറിച്ച് നിന്നോട് ചോദിച്ചാൽ ഞാൻ അവരുടെ സമീപസ്ഥനാണെന്ന് പറയണം. എന്നോട് ചോദിക്കുന്നവരുടെ വിളിക്കുന്നവരുടെ വിളിക്ക് ഞാൻ ഉത്തരം കൊടുക്കും. അങ്ങനെ അള്ളാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ആയത്തിന് ഇവര് വ്യാഖ്യാനം കൊടുത്തത് കേട്ടോളൂ. ഈ സൂക്തം തന്നെ പറയുന്നത് അള്ളാഹുവുമായി അടുക്കാൻ പ്രവാചകനെയാണ് ആദ്യം സമീപിക്കേണ്ടതെന്നാണ്. നമ്മിൽ പലരും ഇത് ചിന്തിക്കാറില്ല. കണ്ടോ എന്താ ഇതിന് പറയുന്ന കാരണം എന്നറിയോ? നമുക്ക് എന്താഗ്രഹം നിറവേറണം എന്നുണ്ടെങ്കിലും എന്റെ അടിമകൾ താങ്കളോട് ചോദിച്ചാൽ എന്ന പ്രയോഗത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത് അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ നബിയോട് ചോദിക്കും എന്നാണ്. എന്നല്ലേ അല്ല പറഞ്ഞത്, നിന്നോട് ചോദിച്ചാൽ. അപ്പൊ ആദ്യം അള്ളാഹിനോട് ചോദിച്ചിട്ട് കാര്യമല്ല, നബിയോടാണ് ചോദിക്കേണ്ടത്. അങ്ങനെ ചോദിക്കുന്നവർക്ക്, അങ്ങനെ ചോദിക്കാത്തവർക്ക് അടുപ്പമോ ഉത്തരമോ ലഭിക്കില്ലെന്ന് തന്നെ ഇതിൽ വ്യക്തമാകുന്നു. അള്ളാഹിനോട് മാത്രം ചോദിക്കണം എന്ന് പഠിപ്പിച്ച ആയത്ത് വ്യാഖ്യാനിച്ച് എന്താക്കി മാറ്റി?
അള്ളാഹിനോട് ചോദിച്ചാ കിട്ടൂല. ആദ്യം നബിയോട് ചോദിക്കണം. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി, അങ്ങയോട് ഞാനിതാ ആവലാതിപ്പെടുന്നു, പൊറുത്തു തരണേ എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയണം. അങ്ങനെ പറയാതെ നേരിട്ട് അള്ളാഹിനോട് ചോദിക്കുന്നവർക്ക് അള്ളാഹിനോട് അടുക്കാനും കഴിയൂല, ഉത്തരവും കിട്ടൂല. ഈ വിശ്വാസം ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പഠിപ്പിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണോ? ഒരിക്കലും അല്ല. അത് ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പുതിയ ഇറക്കുമതിയാണ്. ഇങ്ങനെ എത്രയെത്ര വാദങ്ങൾ സഹോദരന്മാരെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ നബിമാരെയും ശുഹദാക്കളെയും സിദ്ദീഖീങ്ങളെയും ശൈഖുമാരെയും മറ്റുള്ളവരെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കാൻ അവരെന്താ ചെയ്യുന്നത്? അതെ, അവർക്ക് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും കഴിയാത്ത കാര്യങ്ങൾ മരണാനന്തരം കഴിയുമെന്നാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ പലരോടും ആവശ്യപ്പെട്ടു നോക്കി, നിങ്ങൾ ഉറപ്പുള്ള ഒരു ഔലിയയുടെ പേര് പറയൂ, എന്നിട്ട് ഇവിടെ നിന്ന് അദ്ദേഹത്തെ ഫോണിലാവരുത്, നെറ്റിലാവരുത്, വാട്സപ്പിലാവരുത്, ഒരു സംവിധാനത്തിലൂടെയും ആവരുത്, നിങ്ങൾ ഇവിടെ നിന്ന് വിളിക്ക്, എന്നിട്ട് അയാളൊന്ന് കേട്ട് ഉത്തരം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അതിനൊരാളും തയ്യാറാകുന്നില്ല. ഇപ്പൊ അടുത്ത ദിവസം ഒരു ചങ്ങാതി, ഒരു സുഹൃത്ത്, അയാളും ഇവിടുത്തെ ഒരു തങ്ങയെ വിളിക്കുകയാണ്. ആ തങ്ങയോട് വിളിച്ചിട്ട് പറയാണ്, ഗൾഫിൽ നിന്ന് അയാൾ വിളിക്കുന്നത്, അയാൾ തങ്ങയെ വിളിച്ചിട്ട് പറയണ, അല്ല തങ്ങളെ, ഞാൻ ഇന്നലെ എന്റെ കാറ് ടയറ് പഞ്ചറായപ്പോ ഞങ്ങൾ എത്ര വട്ടം വിളിച്ചു, അത് ഞാൻ അറിഞ്ഞില്ലട്ടോ. അയാൾ മറുപടി പറയണ, ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഈ ചങ്ങാതി ഉടനെ പറവന്റെ തങ്ങളെ, ഞാൻ എന്റെ കാറിന്റെ ടയർ പൊട്ടിയപ്പോ നിങ്ങൾ എത്ര വിളിച്ചു നോക്കി, നിങ്ങൾ അത് അറിഞ്ഞില്ലല്ലേ? എന്നിട്ട് തങ്ങൾ പറയും, നിങ്ങൾ മരിച്ചാ വിളിച്ചോളാൻ, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ വരെ നമ്മൾ വിളിച്ചിട്ട് കേൾക്കുന്നില്ല, നിങ്ങളിത് അറിയുന്നില്ല. മനുഷ്യന്മാര് ചിന്തിക്കുന്നുണ്ടോ? മനുഷ്യന്മാർക്ക് ആലോചനയുണ്ടോ? ചിന്തയുണ്ടോ? എവിടെ നിന്ന് വിളിച്ചാലും അത് ഏത് കാലത്താണെങ്കിലും എല്ലാം അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന അറ്റമില്ലാത്ത കാഴ്ചയുടെയും കേൾവിയുടെയും അറിവിന്റെയും നിയന്ത്രണത്തിന്റെയും ഉടമ അല്ലാഹു റബ്ബുൽ ആലമീൻ മാത്രമേയുള്ളൂ. അതല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏത് ഔലിയായാലും തരക്കടില്ല, ഒന്ന് വിളിക്കട്ടെ, എന്നിട്ട് അവരൊന്ന് കേട്ട് ഉത്തരം ചെയ്യട്ടെ, കഴിയൂല. പക്ഷേ അതിനാരും തയ്യാറാകുന്നില്ല. പിന്നെ എന്താ പറയുന്നത്? മരിച്ചാ ഡബിൾ സ്ട്രോങ് ആവും കഴിവ് എന്നാണ്. മരിച്ചാ കഴിവ് ഡബിൾ സ്ട്രോങ് ആവും. അത് ഇപ്പൊ കഴിയാത്തവർ നോക്കണ്ട, അപ്പൊ കഴിയും എന്നാണ്. എവിടെ നിന്ന് കിട്ടി? ആര് നിങ്ങളോട് പഠിപ്പിച്ചു? പ്രിയമുള്ളവരെ, അതാണ് പറയുന്നത്, 8 കാലി വലയാണ് ശിർക്ക്. അവർക്ക് തെളിവുണ്ടാവുകയില്ല, ദുർബലമാണത്, അതിന് തെളിവുണ്ടാവുകയില്ല. ഊഹാപോഹങ്ങൾ മാത്രമാണ് ശിർക്കിന് തെളിവുണ്ടാവുക. വെറും കേവലം ദുഷിച്ച പ്രചരണങ്ങൾ കൊണ്ട് മാത്രമേ അത് നിലനിർത്താൻ കഴിയുകയുള്ളൂ. അതല്ലാതെ അതിന് പ്രമാണങ്ങളുടെ പിൻബലം ഉണ്ടാവില്ല. നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഏകനായ നാഥനായ അല്ലാഹുവിനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ട് ഫലമില്ല. ഔലിയാക്കളെ ഔലിയാക്കളെന്ന നിലക്ക് സ്നേഹിക്കണം. തങ്ങന്മാര്, അഹ്ലു ബൈത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബ പരമ്പര ഖിയാമത്ത് നാൾ വരെ ലോകത്തിന്റെ ഏത് ഭാഗത്തൊക്കെ ഉണ്ടാകുമോ? ഉണ്ടായിക്കോട്ടെ, ആർക്കാണതിൽ തർക്കം? ഉണ്ടായിക്കോട്ടെ. പക്ഷെ അതല്ലല്ലോ, തങ്ങളാണെങ്കിൽ കൂടുതൽ സൂക്ഷ്മത വേണം എന്നല്ലാതെ, തങ്ങളാണെങ്കിൽ സക്കാത്ത് വരെ അവർക്ക് വാങ്ങാൻ പാടില്ല. തങ്ങൾ കുടുംബമായി ഒരാള് പക്ഷെ ഇസ്ലാമിനോട് ബന്ധല്ലെങ്കിൽ അയാൾ തങ്ങളായിട്ട് എന്താ കാര്യം? അതേ അവസരത്തിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി നല്ല തഖ്വയോടെ ജീവിക്കുന്നു, അയാൾ തങ്ങളല്ലാത്തത് കൊണ്ട് അയാൾക്ക് നരകത്ത് പോകേണ്ടി വരുമോ? ഇല്ല. മറിച്ചൊരു തങ്ങളെന്ന് പറയുന്ന വ്യക്തി അയാൾ തിന്മകളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്, അള്ളാഹു വെറുത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അയാൾ തങ്ങളായതുകൊണ്ട് മാത്രം അയാൾ സ്വർഗത്തിലേക്ക് പോകുമോ? പോവില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട ഫാത്തിമ ബീവിയോട്, ഫാത്തിമത്തു ബിദ്അത്തും മിന്നീ, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ് എന്ന് പറഞ്ഞ സ്വന്തം മകളോട് സ്വന്തം മോളായ ഫാത്തിമയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ ഫാത്തിമ അൻഖിദീ നഫ്സകി മിനന്നാർ, പൊന്നുമോളെ നിന്റെ ശരീരത്തെ നീ നരകത്തിയിൽ നിന്ന് കാത്തുകൊള്ളണേ. ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ, അള്ളാഹുവിന്റെ അടുക്കൽ നിനക്കൊന്നും നേടിത്തരാൻ ഈ ഉപ്പാക്ക് കഴിയൂല.
അതുകൊണ്ട് മോളെ നീ നന്നായിക്കൊള്ളണം. നബിയുടെ പുത്രിയാണെന്ന് പറഞ്ഞുകൊണ്ട്, അഹ്ലു ബൈത്താണെന്ന് പറഞ്ഞതുകൊണ്ട് അവര് നന്നായില്ലെങ്കിൽ പരലോകത്ത് രക്ഷ കിട്ടുമോ? എങ്കിൽ നോഹ് നബിയുടെ മകൻ രക്ഷപ്പെടണ്ടേ? കാഫിറായിട്ടല്ലേ നോഹ് നബിയുടെ മകൻ ഈ ലോകത്ത് നിന്ന് മരിച്ചുപോയത്? നോഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, ഭർത്താക്കന്മാര് നബിമാരായതല്ലേ നോഹ് നബിയുടെ മകൻ ഈ ലോകത്ത് നിന്ന് മരിച്ചാൻ പറഞ്ഞത്? മറിച്ചല്ലേ അല്ല പറഞ്ഞത്? വഖീല ദുഖുലന്നാറ മഅദ്ദാഖിലീൻ, നരകത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂടെ നിങ്ങളും കടന്നോ എന്നല്ലേ അല്ലാഹു അവരോട് നാളെ മഹ്ശറിൽ വെച്ച് ലൂത്ത് നബിയുടെ ഭാര്യയോടും അതേ നൂഹ് നബിയുടെ ഭാര്യയോടും പറയുക. ഭർത്താക്കന്മാര് നബിമാരായതുകൊണ്ട് ഭാര്യമാർക്ക് കാര്യമുണ്ടോ? ബാപ്പ നല്ലവനായതുകൊണ്ട് മകന് കാര്യമുണ്ടായോ? നൂഹ് നബിയുടെ മകന്. ഇനി അതാ മകൻ നല്ല വ്യക്തിയാണ്, ബാപ്പാക്ക് കാര്യമുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ബാപ്പ കൊടിയ മുശ്രിക്കായിരുന്നില്ലേ? ജീവിതത്തിൽ എത്ര തവണയാണ് ബാപ്പയോട് ഉപദേശിച്ചത്? ബാപ്പ, ഉപകാരം ചെയ്യാത്ത, ഉപദ്രവം ചെയ്യാത്ത ഇവയൊന്നും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്, അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ. ഞാൻ നബിയാണ്, എനിക്ക് അള്ളാന്റെ പക്കൽ നിന്ന് അറിവ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത് വിശ്വസിക്കണേ. ആ ബാപ്പ കേട്ടില്ലല്ലോ. ആ ബാപ്പ നാളെ നരകത്തിൽ എടുത്തെറിയപ്പെടില്ലേ? മകൻ നബിയായതുകൊണ്ട് ബാപ്പാക്ക് രക്ഷയില്ല, ബാപ്പ നബിയായതുകൊണ്ട് മകനും രക്ഷയില്ല, ഭർത്താവ് നബിമാരായതുകൊണ്ട് ഭാര്യമാർക്ക് രക്ഷയില്ല. ഇനി ആസിയത്ത് റളിയല്ലാഹു അൻഹ ഫറോവയുടെ ഭാര്യയായിരുന്നില്ലേ? മുസ്ലിമത്തായ ഭാര്യയായിരുന്നു. അല്ലാഹുവോട് തേടിക്കൊണ്ടല്ലേ അവർ ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോയത്. റബ്ബി ബിരിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹുവേ, ഈ ഫറോവയുടെ മർദ്ദനത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണം അല്ലാ. എനിക്ക് ഈ ഫിർഔനിന്റെ കൊട്ടാരം വേണ്ട, അവന്റെ സുഖം വേണ്ട, ദുനിയാവിലെ ഒന്നും എനിക്ക് വേണ്ട. അല്ലാഹുവേ, നിന്റെ ചാരത്തൊരു സ്വർഗം കിട്ടിയാൽ മതി, നിന്റെ അടുക്കൽ ഒരു വീട് കിട്ടിയാൽ മതി, അതിനു വേണ്ടി ഞാൻ എന്തും സഹിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഫറോവയുടെ കിരാതമർദ്ദനങ്ങൾക്ക് വിധേയായപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലെന്ന് കണ്ണുകൾ വ്യതിചലിക്കാതെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ ആസിയാ ബീവി റളിയല്ലാഹു അൻഹാ, ആ തരുണീമണി നല്ല ഭാര്യയായതുകൊണ്ട് ഫറോവക്ക് രക്ഷയുണ്ടാകുമോ? കഫറായി ചത്തുപോയില്ലേ? ചെങ്കടലിൽ മുക്കി നശിപ്പിക്കപ്പെട്ടില്ലേ? അതുകൊണ്ട് ഇന്ന കുടുംബക്കാരനാണ് ഞാൻ ഇന്ന കബീലക്കാരനാണ്, ഞാൻ ഇന്ന ഗോത്രക്കാരനാണ്, ഞാൻ യമനിൽ നിന്ന് വന്നതാണ്, ഞാൻ ലക്ഷദ്വീപിൽ നിന്ന് വന്നതാണ്, ഞാൻ ഇന്ന ബുഖാരി കുടുംബമാണ്, ഞാൻ ഇന്ന സയ്യിദ് കുടുംബമാണെന്നൊക്കെ പറയുകയല്ലാതെ അത് ശരിയാവട്ടെ അല്ലാതിരിക്കട്ടെ, ഇസ്ലാമികമായ വിശ്വാസത്തിൽ നിന്ന് പഴച്ചുപോയാൽ, ഇസ്ലാം പഠിപ്പിച്ച ആദർശങ്ങളിൽ നിന്ന് പഴച്ചുപോയാൽ ഒരു തങ്ങയായിട്ടും പരലോകത്ത് രക്ഷപ്പെടൂല. നേരെ മറിച്ച് വിശ്വാസം നന്നായതാണോ തങ്ങയല്ലെങ്കിലും സ്വർഗത്തിലേക്ക് പോകും. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു മക്കയിൽ ജനിച്ചയാളല്ല, മദീനക്കാരനല്ല, അങ്ങ് ദൂരദേശത്തുള്ള പേർഷ്യൻ രാജ്യത്ത് നിന്ന് ഇസ്ലാമിനെ കുറിച്ച് കേട്ടുപഠിച്ചു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ മുസ്ലിമായ സൽമാനുൽ ഫാരിസി മഹാരഥന്റെ സ്ഥാനം എത്രയായിരിക്കും നാളെ പരലോകത്ത്? അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എളാപ്പമൂത്താപ്പമാരായ അബൂലഹബിന്റെ സ്ഥിതി എന്താണ്? അബൂ താലിബിന്റെ സ്ഥിതി എന്താണ്? പരിശുദ്ധ ഖുർആൻ നോക്കൂ, മുസ്ലിമീങ്ങളതാ ഇന്നും ഓതിക്കൊണ്ടിരിക്കുന്നു. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമാലത്തൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. അബൂ ലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ, അവൻ തന്നെയും നശിച്ചു പോയിരിക്കുന്നു, അവന്റെ മക്കൾ അവൻ ഉപകരിച്ചില്ല, അവന്റെ സമ്പത്ത് അവൻ ഉപകരിച്ചില്ല, അവനും അവന്റെ പെണ്ണും നരകത്തിൽ കടന്നരിയുക തന്നെ ചെയ്യുമെന്ന് ഖിയാമത്ത് നാൾ വരെ. ഓ മുസ്ലിമീങ്ങളെ, അബൂ ലഹബ് എന്ന് പറയുന്ന ആ തങ്ങൾ കുടുംബത്തിലെ അഹ്ലു ബൈത്ത് ആകേണ്ട അബൂ ലഹബ് നരകത്തിലേക്കല്ലേ പോകുന്നത്? എന്തേ
കാരണം മുത്തു മുസ്തഫ എന്ന മഹാനായ നേതാവ് പഠിപ്പിച്ച ആശയത്തിനെതിരാണ് അയാൾ പറഞ്ഞത്. ആ നബിതങ്ങളോട് വെറുപ്പായിരുന്നു അവന്. നബിതങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് തബ്ബൻ ലക ലിഹാദാ ജമഅതനാ, മുഹമ്മദേ നീ നശിച്ചു പോകട്ടെ, ഇത് പറയാനാണോ നീ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതെന്ന് പറഞ്ഞ് മഹാനായ മുത്തു മുസ്തഫയുടെ പൂമുഖത്തേക്ക് നോക്കിയിട്ട് തെറി പറഞ്ഞ അബൂജഹലല്ലേ, അവൻ നബിയുടെ കുടുംബക്കാരനായിട്ട് എന്താ പ്രയോജനം, നരകമാണെന്നല്ലേ നമ്മൾ ഖുർആനിലൂടെ ഓതിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന കബീലെ തങ്ങളേനൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ ആരും നോക്കണ്ട. അല്ലാഹു തആല പറഞ്ഞത് ഇതൊക്കെ പരസ്പരം അറിയാനുള്ള കാര്യമാണ്. അഹ്ലു ബൈത്തിനെ നമ്മൾ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷേ അവർ ഇസ്ലാമിക ആദർശത്തിൽ നിലനിൽക്കുന്നിടത്തോളമേ ആ ബഹുമാനമുള്ളൂ. അതല്ലെങ്കിൽ അള്ളാന്റെ അടുക്കൽ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരവും ബഹുമാനവും ലഭിക്കുന്നത് നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവരാരോ, പടച്ച റബ്ബിനെ സൂക്ഷിക്കുന്ന, അതേ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാരോ അവർക്കാണ് അള്ളാന്റെ അടുക്കൽ സ്ഥാനമുള്ളത്. അതല്ലാതെ ഞാൻ ഇന്ന കുടുംബമാണ്, കബീലയാണെന്നൊന്നും പറഞ്ഞ് അവിടെ രക്ഷപ്പെടാനാകൂല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ ഇസ്ലാമിലേക്ക് മടങ്ങിക്കൊള്ളണം. ആ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയത്തിലേക്ക് മടങ്ങണം. ലോകത്തെത്ര കക്ഷികളാ മുസ്ലിമീങ്ങളെ, ഈ തർക്കമൊന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരുപാട് കക്ഷികളായി യഹൂദികൾ മാറി, ക്രിസ്ത്യാനികൾ മാറി. ഓ മുസ്ലിമീങ്ങളെ, നിങ്ങളും പല കക്ഷികളായി മാറും, പക്ഷേ ഒരു കൂട്ടരെ സ്വർഗത്തിലെത്തുകയുള്ളൂ. ആരാണ് ആ വിഭാഗമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഉമ്മ അനാ അലൈഹിൽ യൗമ വസ്വഹാബി, അവരാരെന്നല്ലേ, ഞാനും എൻ്റെ സഹാബിമാരും ഇന്ന് നിലനിൽക്കുന്ന വിശ്വാസാദർശങ്ങളിൽ ആര് നിലനിൽക്കുന്നുവോ അവരാണ് രക്ഷപ്പെട്ട വിഭാഗം. ആ അളവുകോലിലൂടെ അളന്നു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ ഇവരിന്ന് ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ ഇവര് വിശ്വസിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതാണോ ഇന്ന് വിശ്വസിക്കുന്നത്? അതുകൊണ്ട് മനുഷ്യരെ, ഒന്നാകാൻ ഒരൊറ്റ മാർഗമേയുള്ളൂ. ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒന്നാകാം. പക്ഷേ അത് താൽക്കാലികമായ ഒന്നാകലാണ്. അതെങ്ങനെയാണെന്നോ, ഒരു പൊതുശത്രു നമ്മെ ആക്രമിക്കാൻ വരുമ്പോ അവിടെ നമ്മൾ ജാതി നോക്കാറില്ല, മതം നോക്കാറില്ല, ആരെയും നോക്കാറില്ല. മനുഷ്യരെന്ന നിലക്ക് നമ്മൾ എല്ലാവരും പരസ്പരം സ്നേഹിക്കണം. എല്ലാവർക്കും പരസ്പരം ആ നിലക്കുള്ള സഹായ സഹകരണങ്ങൾ വേണം. നമ്മുടെ ഒരു അയൽവാസി ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും ആരായിരുന്നാലും, മതമുള്ളവനാണെങ്കിലും അല്ലാത്തവനാണെങ്കിലും, അവൻ പട്ടിണി കിടക്കുമ്പോ നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ലല്ലോ. അയൽക്കാരോട് സ്നേഹിക്കണ്ടേ? രാജ്യത്തുള്ള എല്ലാവരെയും മനുഷ്യരായിട്ടല്ലേ കാണുന്നത്? ഓരോരുത്തർക്കും അവരവരുടേതായ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളിൽ നമുക്ക് ഒന്നിക്കാമല്ലോ. പക്ഷേ അത് പൊതുവായ പ്രശ്നങ്ങളിലുള്ള ഒന്നിക്കലാണ്. അതേ അവസരത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിലുള്ള കുറെ കക്ഷികളുണ്ടല്ലോ, ആ കക്ഷികൾക്കൊക്കെ എന്താ ഒന്നായാല് എന്ന് ചിന്തിക്കാറില്ലേ? നല്ല ആശയമാണ്, നല്ല ആഗ്രഹമാണ്. നമുക്കൊക്കെ ആഗ്രഹമുണ്ട് എല്ലാ മുസ്ലിമീങ്ങളും ഒന്നാകണം. പക്ഷേ ഒന്നാകാൻ നമ്മളെല്ലാം ഒരു സ്ഥലത്തൊരു ഹാളിൽ ഒരുമിച്ച് കൂടിയിട്ട് ഒരുമിച്ച് ചായ കുടിച്ചാ മതിയോ? ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് കൈപിടിച്ച് കുലുക്കിയാ മതിയോ? കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തത് കൊണ്ട് മതിയോ? ഞങ്ങൾ ഒന്നാണെന്ന് പറഞ്ഞ് കൈകോർത്തത് കൊണ്ട് മതിയോ? പത്രത്തിൽ പ്രസ്താവന നൽകിയത് കൊണ്ട് മതിയോ? ഒരിക്കലും പോരാ. അള്ള പറഞ്ഞ ചിലതിൽ മുറുകെ പിടിച്ചിട്ടാണ് യോജിപ്പ് വേണ്ടത്. വഅ്തസിബൂ ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖൂ, നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ ഹബിലുള്ള അള്ളാന്റെ കയറ് മുറുകെ പിടിക്കണേ. അത് മുറുകെ പിടിച്ചിട്ട് നിങ്ങൾ ഭിന്നിക്കാതെ നിലനിൽക്കണേ. ഭിന്നിക്കാതിരിക്കണമെങ്കിലുള്ള മാർഗമാ പറയുന്ന മുജാഹിദുകൾ എന്ന് പറയുന്നവർ ഒന്നിച്ചുപോലും ഐക്യം പ്രഖ്യാപിച്ചു പോലും എന്ത് ഐക്യമാണ് ഉണ്ടായത്? എന്ത് ഐക്യമാണ് സംഭവിച്ചത്? 10-16 കൊല്ലം കേരളത്തിലും കർണാടകയിലും രാജ്യത്തിന്റെ മറ്റു പ്രദേശങ്ങളിലുമൊക്കെ രണ്ട് കൂട്ടരും സ്റ്റേജ് കെട്ടിയിട്ട് പരസ്പരം പറഞ്ഞു, ആ ഈ ഭാഗം പഴച്ചിട്ടുണ്ട്, അതിന് കാരണങ്ങൾ
നിരത്തി ഇന്ന കാരണങ്ങളാൽ അവർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പുറത്തെ കക്ഷിയും സ്റ്റേജുകളിലൂടെയും പേജുകളിലൂടെയും നാട്ടിലൊട്ടാകെ പറഞ്ഞു നടന്നു, ഇപ്പുറത്തെ ഈ ഭാഗത്തിന് പിഴവ് പറ്റിയിട്ടുണ്ട്, അതിന് ഇന്ന കാരണങ്ങളുണ്ട് എന്ന് അവരും പരസ്യമായി പറഞ്ഞു. ാണ് വാദപ്രതിവാദങ്ങൾ നടന്നതാണ്, ഖണ്ഡന പ്രസംഗങ്ങൾ നടന്നതാണ്, അതുപോലെ തന്നെ രാജ്യത്തൊട്ടാകെ നടന്ന് പ്രചരിപ്പിച്ചതാണ്. എന്നിട്ട് അവരൊരു ദിവസം യോഗം കൂടിയിട്ട് പറയാണ് ഞങ്ങളൊന്നാണ് എന്ന് പറയുമ്പോ പുറത്തു നിന്നുള്ള നല്ലവരായ ആൾക്കാർ ചോദിക്കൂലേ, അല്ല 10-14 കൊല്ലം നിങ്ങൾ സ്റ്റേജുകളിലൂടെ പേജുകളിലൂടെ വാദപ്രതിവാദങ്ങളിലൂടെയൊക്കെ അപ്പുറത്തെ കക്ഷി മുശ്രിക്കാണ് കാഫിറാണെന്ന് പറഞ്ഞപ്പോ ചില കാരണങ്ങൾ പറഞ്ഞിരുന്നില്ലേ? ആ കാരണങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? നിങ്ങൾ അങ്ങോട്ട് ലയിച്ചതോ അവരിങ്ങോട്ട് വന്നതോ? നിങ്ങൾ അങ്ങോട്ട് യോജിച്ചതോ അവരിങ്ങോട്ട് യോജിച്ചതോ എന്ന് ബുദ്ധിയുള്ള മനുഷ്യന്മാര് ചോദിക്കാൻ തുടങ്ങിയപ്പോ ഒരൊറ്റ മറുപടിയേ ഇപ്പൊ പറയുന്നുള്ളൂ, തൊള്ള പൊത്തിക്കോളൂ, ഞങ്ങൾ മറുപടി പറയൂല, ഞങ്ങളെ പഴപ്പിക്കാൻ നോക്കണ്ട, ഞങ്ങളൊന്നാണ്, അതാണ് കേട്ടാ മതി. ഞങ്ങളുടെ പുരയിലുള്ള തർക്കത്തിൽ അയൽക്കാരായ നിങ്ങൾക്ക് എന്ത് കാര്യം? ഇവിടെ ഭാര്യയും ഭർത്താവും തമ്മിലൊക്കെ തെറ്റി കുറെ കാലം നടന്നു, ഞങ്ങളിപ്പോ ഒന്നായി, അതെന്താ നിങ്ങൾക്കെന്താ ഛേദമെന്നാ ചോദിക്കുന്നത്? ഇത് നിങ്ങളുടെ അടുക്കളയിൽ പറഞ്ഞ കാര്യങ്ങളല്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിയത് റോട്ടിലിറങ്ങി വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റോട്ടിലുള്ളവരതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അവരോടും കൂടി നിങ്ങൾ നന്നായതിന്റെ കാരണമെന്ന് പറയണം. അതേ, എന്തൊക്കെ ആരോ ഹജ്ജിനും ഉംറക്കും പോകുമ്പോ, ഓ മുസ്ലിമീങ്ങളെ, എത്രയാണ് നമ്മൾ കാനിലാക്കി കൊണ്ടുവരാറുള്ളത്? 5 ലിറ്ററും 10 ലിറ്ററും ഒക്കെ അനുവദിക്കപ്പെടുന്ന തോതനുസരിച്ച് നമ്മൾ ആ വെള്ളം കൊണ്ടുവരാറില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലേ? അത് ബറക്കത്തുള്ള വെള്ളമാണ്. അല്ലാഹ് അതിന് നിശ്ചയിച്ചിട്ടുള്ള ബറക്കത്ത് അതിനുള്ളത് കൊണ്ട് അതിൽ നമുക്ക് ശിഫയുണ്ട്. അതിന് ബറക്കത്ത് സങ്കല്പിക്കുന്നത് ആ വെള്ളം ഉള്ളാളത്തെ വെള്ളത്തിനില്ല, അത് പുത്തമ്പള്ളിയിലെ വെള്ളത്തിനില്ല. കാരണം ഇത് അള്ളാന്റെ റസൂല് നമുക്ക് പുണ്യം പഠിപ്പിച്ചു തന്ന വെള്ളമാണ്. അള്ളാഹ് നിശ്ചയിച്ച ഒരു കാരണം ഉള്ളത് കൊണ്ടാണ് അത് നമുക്ക് അനുവദനീയമായത്. അതുകൊണ്ട് തന്നെ ആ സംസം വെള്ളം കൊണ്ടുവരാത്തവരായിട്ട് ആരാ ഉള്ളത്? അന്നും അപ്പുറത്തുള്ള ഒരു മുജാഹിദുകൾ എന്ന് പറയുന്ന സുല്ലമിയുടെ ആളുകൾ പറഞ്ഞു, സംസം വെള്ളം മഴവെള്ളം പോലെ, അതിനൊരു പ്രത്യേകതയുമില്ല, അതിന് പ്രത്യേകമായിട്ട് മറ്റൊരു ബർക്കത്തും അതിനില്ല എന്ന് പറഞ്ഞു. ഇപ്പ ഐക്യപ്പെട്ടപ്പോ ചോദിക്കുന്നു, നിങ്ങൾ എന്താ തീരുമാനിച്ചത്? ഒരു കൂട്ടര് കൊണ്ടുവന്നിരുന്നു പുണ്യുണ്ട് എന്ന് പറഞ്ഞിട്ട്, മറ്റേ കൂട്ടര് പറഞ്ഞു മഴവെള്ളം പോലത്തെ വർക്കത്തേയുള്ള വേറെ പ്രത്യേകതയൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ ഒന്നിച്ചപ്പോ എന്തായി തീരുമാനം? സംസം വെള്ളത്തിന്റെ തീരുമാനം എന്തായി? മറുപടി പറയാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോ ചോദിക്കേണ്, നിങ്ങളത് പോയി പണി നോക്കിനടാ, ഞങ്ങൾ ഒന്നായതിലുള്ള അസൂയയാണ്, ഞങ്ങൾ ഒന്നാണ്. വീണ്ടും അത് തന്നെ പറഞ്ഞാ മറുപടിയാകുമോ? നാളെ പരലോകത്ത് മുസ്ലിമീങ്ങളെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ഒക്കെ പോകുന്നതിന്റെ മുമ്പ് ഒരു പാലത്തിലൂടെ കടന്നു കിടക്കേണ്ടതുണ്ട്. സിറാത്ത് എന്ന പാലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സിറാത്ത് എന്ന് പറയുന്ന ആ പാലം സുല്ലമിയും അനുയായികളും പറഞ്ഞു അത് അന്ധവിശ്വാസമാണ്. അങ്ങനെ ഒരു പാലം പരലോകത്തില്ല, നരകത്തിന്റെ മീതെ കെട്ടിയ ഒരു പാലമില്ല എന്ന് നിഷേധിച്ചു. ഇപ്പൊ 2 കമ്പനിയും ഒന്നായപ്പോ നമ്മൾ ചോദിക്കുന്നു, അല്ല സിറാത്തിന്റെ തീരുമാനം എന്തായി? ഉണ്ടോ ഇല്ലേ? ഞങ്ങളൊന്നാണ്, ഞങ്ങൾ നന്നായതിൽ അസൂയപ്പെടേണ്ട, പോടാ എന്ന് പറഞ്ഞ മറുപടിയാകുമോ? അദാബുൽ ഖബർ ഉണ്ടോ ഇല്ലേ? നിസ്കാരത്തിൽ 5 നേരം നിസ്കാരത്തിൽ നിന്ന് പിരിയുന്നതിന്റെ മുമ്പ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി, അതുപോലെ തന്നെ അദാബു ജഹന്നം, ഫിത്നത്തുൽ മഹ്യാ വൽ മമാത്, ഫിത്നത്തുൽ മസീഹിദ് ദജ്ജാൽ. 4 കാര്യങ്ങളിൽ നിന്ന് കാവൽ ചോദിക്കാതെ ഫർദ് നിസ്കാരങ്ങളിൽ നിന്ന് നമ്മൾ സലാം വീട്ടി പിരിയാറുണ്ടോ? അതിന്റെ 1-ാമത്തെ ഭാഗം ഖബർ ശിക്ഷയാണ്. ഖബർ ശിക്ഷയിൽ നിന്ന് നമ്മൾ രക്ഷ ചോദിക്കുമ്പോ സുല്ലമി പറയുന്നത് അങ്ങനത്തെ ഒരു ശിക്ഷയുണ്ടെന്ന് വന്നാൽ അത് ഖുർആനിന് എതിരാണെന്ന് പറഞ്ഞുകൊണ്ട് ഖബർ ശിക്ഷയെ എതിർ
തീർക്കുമ്പോ ഈ കമ്പനി കടപ്പുറത്തു നിന്ന് ഒന്നായപ്പോ ചോദിക്കുന്നു, ആശയത്തിന്റെ പേരിൽ നിങ്ങളെല്ലാം യഥാർത്ഥമായ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങിക്കൊണ്ടാണോ ഒന്നായത്? ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, ഞങ്ങളും ഉണ്ടാകും. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ആശയങ്ങളൊക്കെ തിരുത്തിയിട്ട് തെറ്റിയവരൊക്കെ മടങ്ങി വന്ന് ഖുർആനും ഹദീസും മുറുകെ പിടിച്ചുകൊണ്ട് അതിലുള്ളതൊന്നും നിഷേധിക്കാതെ, അതിൽ പറഞ്ഞതൊന്നും മാറ്റി തിരുത്താതെ, അതിൽ പറഞ്ഞതൊന്നും യുക്തിക്ക് കൊള്ളില്ലെന്ന് പറഞ്ഞു മാറ്റി നിർത്താതെ, ദുർവ്യാഖ്യാനിക്കാതെ, ആമന്ന ഞങ്ങൾ മുഴുവൻ വിശ്വസിച്ചു, സമയന ഞങ്ങൾ മുഴുവനും കേട്ടിരിക്കുന്നു, അതയന ഞങ്ങൾ മുഴുവനും അനുസരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പിട്ട് ഒരു സത്യത്തിന്റെ കക്ഷിയാവാൻ റെഡിയുണ്ടോ? നിങ്ങൾ കൂട്ടിയില്ലെങ്കിൽ പോലും ഞങ്ങളും അവിടെയുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളോടാണ് വിരോധമെന്നറിയാം, പക്ഷേ ഞങ്ങൾക്കൊരാളോടും വിരോധമില്ല. നിങ്ങൾ സത്യത്തിലേക്ക് മടങ്ങി വരൂ. ഐക്യം എന്നത് എല്ലാവർക്കും കേൾക്കാൻ നല്ല സുഖമുള്ള വാക്കാണ്. പക്ഷേ അദാബുൽ ഖബറിന്റെ വിഷയത്തിൽ എന്താണ്? ഖബറിൽ ശിക്ഷയുണ്ടെന്നോ ഇല്ലെന്നോ എന്താ തീരുമാനമായത്? അതൊന്ന് പരസ്യമായി പറയണം. അത് ഞങ്ങൾ അടുക്കളയിലെ കാര്യമാണ്, പൊരയിലത്തെ വിഷയമാണ്, അവിടെ പറഞ്ഞോളാന്ന് പറയാൻ പറ്റൂല. പരസ്യമായിട്ടാണ് ശബാബിൽ എഴുതിയത്, പരസ്യമായിട്ടാണ് നിങ്ങൾ അത് എഴുതിയത്, പരസ്യമായിട്ടാണ് പ്രസംഗിച്ചിട്ടുള്ളത്. അത് സമൂഹത്തോടൊന്ന് പറയൂ. അതുപോലെ തന്നെ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലും കഴിഞ്ഞ കാല അമ്പിയാക്കളുമൊക്കെ ദജ്ജാലിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സുല്ലമിക്കും അനുയായികൾക്കും ആ ദജ്ജാലിൽ വിശ്വാസമില്ല. അതുകൊണ്ട് ചോദിക്കുകയാണ്, ദജ്ജാലിന്റെ കാര്യം എന്തായി തീരുമാനം? അതുണ്ടോ ഇല്ലേ? പരലോകത്ത് സിറാത്തുണ്ടോ ഇല്ലേ? സംസം വെള്ളത്തിന് പുണ്യമുണ്ടോ, പ്രത്യേകതയുണ്ടോ ഇല്ലേ? റസൂലുള്ളാഹിയുടെ കാലത്ത് ചന്ദ്രൻ പൊട്ടി പിളർന്നില്ലെന്നാണ് സുല്ലമി പറയുന്നത്. അത് പിളർന്നോ ഇല്ലേ? മീസാൻ എന്ന് പറയുന്ന നന്മതിന്മകൾ തൂക്കുന്ന ഒരു തുലാസ് നാളെ പരലോകത്തുണ്ടോ ഇല്ലേ? അതുപോലെ തന്നെ എത്ര വിഷയങ്ങളാണ്. കണ്ണേറ് ബാധിച്ചു എന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകും. ജൂതന്റെ വിശ്വാസമാണെന്നല്ലേ അപ്പുറത്ത് വാദപ്രതിവാദത്തിൽ പറഞ്ഞത്. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബിക്കും ഇസ്ഹാഖ് നബിക്കും ഒക്കെ ചേർത്ത് പിടിച്ചു നിർത്തിയിട്ട് കണ്ണേറിന്റെ ഉപദ്രവത്തിൽ നിന്ന് അവർക്ക് വേണ്ടി മന്ത്രിച്ചത് ജൂതന്റെ പണിയായിരുന്നോ, മുശ്രിക്കിന്റെ പണിയായിരുന്നോ? അത് കേട്ട് അത് മാർഗം പിൻപറ്റിക്കൊണ്ട് മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ ഹുസൈൻ എന്നീ പേരമക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് പിശാച് ബാധിക്കാതിരിക്കാൻ വേണ്ടി ദിക്ർ ചൊല്ലി മന്ത്രിച്ചത് മുശ്രിക്കിന്റെ പണിയാണോ ചെയ്തത്? ജൂതന്റെ പണിയാണോ ചെയ്തത്? KNM-ന്റെ പാഠപുസ്തകത്തിൽ നമ്മളിത് പഠിപ്പിക്കുന്നില്ലേ? ചരിത്ര പുസ്തകത്തിൽ കുട്ടികളെ വരെ പഠിപ്പിക്കുന്നില്ലേ? പിശാച് ബാധിക്കാതിരിക്കാൻ വേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ ഹുസൈൻ എന്നീ പേരമക്കളെ ചേർത്തിട്ട് അവിടുന്ന് ദുആ ചെയ്തിരുന്നു, മന്ത്രിച്ചിരുന്നു എന്ന് KNM-ന്റെ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് ജൂതന്റെ വിശ്വാസം പഠിപ്പിക്കുകയാണോ? മുശ്രിക്കിന്റെ വിശ്വാസം പഠിപ്പിക്കുകയാണോ? ഒന്നായവരെ നന്നായി ഒന്ന് മറുപടി പറയൂ. വെറുതെ ഞങ്ങൾ ഒന്നായി നിങ്ങൾക്ക് ഞങ്ങൾ ഒന്നായത് പൊട്ടിക്കാൻ നോക്കണ്ട, ഞങ്ങളെ തകർത്താൻ നോക്കണ്ട എന്ന് പറഞ്ഞ മറുപടിയാകൂല. നിങ്ങൾ തകരാതിരിക്കാനാ പറയുന്നത്. നന്നാകണം. നിങ്ങൾ ഒന്നായത് യഥാർത്ഥമായ പ്രമാണത്തിന്റെ പേരിലാണെങ്കിലേ നന്നാവൂ. അതല്ലെങ്കിൽ ആ ഒന്നാകൽ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ടാ പറയുന്നത്. നമ്മളെ കുറിച്ച് പലരും പറയുന്നു, ഇവരെ അന്ധവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയാണ്, മുജാഹിദുകൾ അന്ധവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെയുള്ള സലഫികൾ അതല്ലെങ്കിൽ ഈ വിസ്ഡം എന്ന് പറയുന്ന മഹാസംരംഭത്തിലൂടെ സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇസ്ലാമിക പ്രബോധന രംഗത്ത് പീസ് റേഡിയോ എന്ന് പറയുന്ന 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന റേഡിയോ സംവിധാനത്തിലൂടെ എല്ലാ ദിവസവും 5 മിനിറ്റ് മാത്രം നിലനിൽക്കുന്ന ഓൺലൈൻ പഠന സംരംഭമായ നേർവഴി എന്ന് പറയുന്ന സംരംഭത്തിലൂടെ ഇതാ ഇപ്പോൾ കഴിഞ്ഞയാഴ്ച കോഴിക്കോട് വെച്ച് പ്രകാശനം ചെയ്യപ്പെട്ട ഇനിയതാ ഇസ്ലാമികമായ കൃത്യമായ പ്രമാണത്തിലൂതി നിന്നുകൊണ്ടുള്ള വിശകലനങ്ങൾ നടക്കാൻ പോകുന്ന നേർപഥം എന്ന വാരികയിലൂടെ, അതുപോലെ ധാരാളക്കണക്കിന് പ്രഭാഷണങ്ങളിലൂടെ, മുഖാമുഖങ്ങളിലൂടെ, സംവാദങ്ങളിലൂടെ ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് അതേ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഇനി പഠിപ്പിക്കാൻ പോകുന്ന വളരെ കൃത്യമായ ഈ ഇസ്ലാമികമായ ആദർശങ്ങൾ, ആ ആദർശത്തെ പ്രമാണങ്ങളുമായി മാറ്റുരക്കൂ. അതാണ് ഐക്യത്തിനുള്ള
മാർഗം. അങ്ങനെ ഒന്നിക്കണം. അതല്ലാതെ സഹോദരന്മാരെ, ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങൾക്ക് സിഹിർ മുശ്രിക്കാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അങ്ങനെയാവാം, അത് തൗഹീദാണെന്ന് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെയും ആവാം. കണ്ണേറ് ശിർക്കാണെന്ന് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെയും ആവാം, അത് തൗഹീദാണെന്ന് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെയും ആകാം. എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഐക്യമുന്നണി എന്നാണോ? എന്നാൽ അത് ഇസ്ലാം പറഞ്ഞ ഹബ്ലുള്ളയിൽ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഐക്യമാവുകയില്ല. ഇവിടെ മഹാരഥന്മാരായ നമ്മുടെ മുൻഗാമികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അവിടുന്ന് ഇമാമിങ്ങൾക്ക് ശേഷം പിന്നീട് പഠിപ്പിച്ചു വന്നു. അവസാനം അതാ കേരളക്കരയിൽ മഹാരഥനായ കെ.എം. മൗലവി റഹിമഹുല്ലാഹ് 1950കളിൽ കേരള നേതൃത്വത്തിൽ മുജാഹിദീനിന്റെ പ്രഥമ പ്രസിഡന്റായി രംഗത്ത് വന്ന് അന്നെന്തൊക്കെ പഠിപ്പിക്കുന്നുവോ പ്രമാണം ഇന്നും അത് തന്നെ പഠിപ്പിക്കുന്നു. ഈ സെക്കൻഡ് വരെ അത് തന്നെ പഠിപ്പിക്കുന്നു. പക്ഷേ ചിലർക്കൊക്കെ ഇടക്കാലത്ത് വ്യതിയാനം തന്നവർ മാറിപ്പോയിട്ടുണ്ട്. ആ വ്യതിയാനം വന്നവരോട് സ്നേഹത്തോടെ എല്ലാ കാലത്തും പറയുന്നു, അള്ളാന്റെ കയറ് മുറുകെ പിടിച്ചുകൊണ്ട് പ്രമാണത്തിൽ ഊന്നിനിന്നുകൊണ്ട് ഐക്യപ്പെടണേ, ഐക്യപ്പെടണേ. ഒരുമിച്ച് കാണുന്നതിൽ നിങ്ങൾക്ക് അസൂയയല്ലേ? നിങ്ങൾക്ക് തകർച്ച വരുന്ന പേടിച്ചിട്ടല്ലേ? ഇല്ല സഹോദരന്മാരെ, ആർക്കാണ് ഇവിടെ തകർച്ചയെ പേടിയുള്ളത്? അള്ളാഹു നമ്മുടെ സഹായിയായിട്ടുണ്ടെങ്കിൽ ആര് നമ്മെ എന്ത് ചെയ്യാനാണ്? റബ്ബല്ലേ നമ്മുടെ സഹായിയായിട്ടുള്ളത്. ആ റബ്ബിന്റെ ആശയത്തിന്, ആ റബ്ബ് പഠിപ്പിച്ച ആദർശത്തിന് വ്യതിചലിക്കാതെ ആർക്കും അതിലേക്ക് കടന്നു വന്നാൽ പരലോകത്ത് സ്വർഗമാണെന്നല്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അർത്ഥത്തിലേക്കാണ് നമ്മൾ ഐക്യപ്പെടേണ്ടത്. ആ ഐക്യത്തെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്. അതല്ലാത്ത നിലക്കുള്ള തൊലിപ്പുറമേയുള്ള ഭാഗികമായ ഐക്യം പൊള്ളയാണ്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയും സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം എന്തിനാണ് നമ്മൾ ഇതുപോലെ കഷ്ടപ്പെടുന്നത്, ഇതുപോലെ പണം ചെലവാക്കി വലിയ പരിപാടികൾ വെക്കുന്നത്. 50,000-ഓളം 1,00,000-ഓളം വരുന്ന ജനങ്ങൾക്ക് ഇവിടെ തന്നെ ഒരാഴ്ച കൊണ്ടുള്ള സന്ദേശം എത്തിച്ചു. നമ്മുടെ കേരളത്തിലതാ ലക്ഷക്കണക്കിന് ഭവനങ്ങളിലൂടെ വിസ്ഡം ഇസ്ലാമിക് ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ പ്രവർത്തകന്മാർ ഡോർ ടു ഡോർ, വീട് വീടാന്തരം കയറി ചെന്നുകൊണ്ട് ഇസ്ലാമികമായ പ്രസിദ്ധീകരണങ്ങൾ എല്ലാ വീടുകളിലും, ജാതി നോക്കുന്നില്ല, മതം നോക്കുന്നില്ല, ആരെയും നോക്കുന്നില്ല, എല്ലാ മനുഷ്യർക്കും എത്തിച്ചു കൊടുക്കുന്നു. എന്തിനാണിതൊക്കെ? പരലോകത്ത് നമുക്ക് രക്ഷപ്പെടണമോ മുസ്ലിമീങ്ങളെ? ഇതൊക്കെ നമുക്ക് പറഞ്ഞു നടക്കാൻ മാത്രമുള്ളതല്ല. ഓരോ സഹോദരനും സഹോദരിയും ചിന്തിക്കണം. ഞാൻ കൈകെട്ടി നിന്നിട്ട് അല്ലാഹുവോട് പറയുന്നുണ്ട്, വഅനമിനൽ മുസ്ലിമീൻ, അല്ലാഹുവേ നിന്റെ കൽപ്പന അനുസരിക്കാൻ തയ്യാറുള്ള മുസ്ലിമാണ് ഞാനെന്ന് പറയുമ്പോ എന്റെ ജീവിതത്തിൽ ഇസ്ലാം വേണം. ഉപ്പമാരെ, ഉമ്മമാരെ, ഇസ്ലാം വെറുതെ പറയാനുള്ളതല്ല, അത് ജീവിച്ച് കാണിക്കാനുള്ളതാണ്. അള്ളാഹുവിനെ നമുക്ക് ഭയമുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹമുണ്ടെങ്കിൽ, അവർ പഠിപ്പിച്ച ഇസ്ലാം നമ്മുടെ ജീവിതത്തിൽ വേണം. എത്രയോ ആളുകൾ വിശ്വാസത്തിൽ തെറ്റിപ്പോയതുപോലെ, കർമ്മത്തിൽ തെറ്റിപ്പോയതുപോലെ, സ്വഭാവങ്ങളിൽ തെറ്റിപ്പോയതുപോലെ എത്രയോ ആളുകൾ ധർമ്മത്തിൽ തെറ്റിപ്പോയില്ലേ? വേഷമാകെ മോശമായി പോയില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ എന്റെ സ്നേഹത്തോടുകൂടെ ഒരു കാര്യം പറയട്ടെ. അള്ളാഹുവിനെ ഇഷ്ടമുണ്ടോ നമുക്ക്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇഷ്ടമുണ്ടോ നമുക്ക്? മരിച്ചാൽ ഖബറിൽ ശാന്തി വേണോ? സ്വർഗം വേണോ? വളരെ കൃത്യമായിട്ട് നിങ്ങൾ കാരണം ഒരു ഫിത്നയുണ്ടാകാൻ സമ്മതിക്കരുത്. ഏറ്റവും വലിയ ഫിത്ന നിങ്ങൾ മുഖേനയാണ് ഉണ്ടാവുക, അഥവാ സ്ത്രീകൾ മുഖേനയാണ്. അഥവാ അവരുടെ വേഷവിധാനം മോശമായി പോയാൽ അവരുടെ ശരീരത്തിന്റെ ഭംഗി അത് അങ്ങാടിയിലും അതുപോലെ തന്നെ ഷോപ്പിംഗ് മാളുകളിലും കടകളിലും നടന്ന് പ്രദർശിപ്പിക്കാറുള്ളതല്ല. ഭംഗത്തിൽ കിടക്കില്ലെന്നത് പോകട്ടെ, ആയിരക്കണക്കിന് കിലോമീറ്ററുകളും കാതങ്ങൾക്കപ്പുറവും അടിച്ചു വീശുന്നതാണ്. സ്വർഗത്തിന്റെ അനുപാതം കിട്ടുന്ന, സൗകര്യം കിട്ടാത്ത നിലക്ക് ആട്ടിയോടിക്കപ്പെടുന്നവര് ദുരന്തം വരാനിരിക്കുന്നു. ആർക്കാണെന്നോ? നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മൈലാത്തുൻ മുമീലാത്തുൻ റൂസുഹുന്ന കാസ്നിമത്തിൽ ബുഖ്തിൽ മൈലാ ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദ്ന റീഹഹാ.
എത്രയെത്ര സ്ത്രീകളാണ് അവര് പേരിന് വസ്ത്രം ധരിച്ചിട്ടുണ്ട്, എന്നാൽ ഉടുക്കാത്തവളെ പോലെയാണ്. അതേ വസ്ത്രം അവരുടെ ബോഡിയിലുണ്ട്, വേണമെങ്കിൽ കറുത്ത പർദ്ദ തന്നെയുണ്ട്. പക്ഷേ ശരീരത്തിന്റെ മുഴുപ്പും കൊഴുപ്പും പുറമേക്ക് കാണുന്ന ടൈറ്റ് ഫിറ്റ് ബോഡി ഫിറ്റ് പർദ്ദയാണ് ധരിക്കുന്നതെങ്കിലോ ശരീരത്തിന്റെ അങ്കലാവണ്യം അതേ പർദ്ദയുണ്ട് പേരിന്, പക്ഷേ ലിപ്സ്റ്റിക് ഉണ്ട്, അത് പുറത്തേക്ക് കാണിക്കുകയാണ്. ശരീരം മുഴുവനതാ പുരികം വടിച്ചിട്ടുണ്ട്. ബ്യൂട്ടി പാർലറിൽ പോയിട്ടും അല്ലാതെയും ശരീരത്തിന്റെ ഭംഗിയാകെ മൈലാഞ്ചിയിട്ടും അലങ്കാരങ്ങൾ അണിഞ്ഞിട്ടും അതൊക്കെ ഒരു പർദ്ദയുണ്ട്. പക്ഷേ പർദ്ദയങ്ങ് പാറിപ്പോകുന്ന പർദ്ദയാണ്, ടൈറ്റാകുന്ന പർദ്ദയാണ്. പലതും പുറത്തേക്ക് പ്രദർശിപ്പിക്കാൻ മനഃപൂർവ്വം നെയ്തെടുത്ത അപായം നിറഞ്ഞ അപായകളാണ് പലരും ഇന്ന് ധരിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വർഗം കിട്ടില്ലെന്നത് പോകട്ടെ, സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാനാവില്ല. അവരുടെ തലകളതാ ഒട്ടകത്തിന്റെ പൂഞ്ഞകളെ പോലെ വീർത്ത തലകളാണ്. മുടിക്കെട്ടവര് കുറെ മുടിയുണ്ടെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി പിന്നിലേക്ക് പിന്നീടേണ്ട മുടിയതാ അവര് കെട്ടിയിട്ട് തലയിൽ പലതും കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് വലിയ കെട്ടാക്കി വെച്ചിട്ട് വമ്പിച്ച തലയാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലതാ കാസ്നിമത്തിൽ ബുഖ്തിൽ മായില ഒട്ടകത്തിന്റെ പൂഞ്ഞകളെ പോലെ കെട്ടിവെച്ച തലകളുമായി നടക്കുന്ന പെണ്ണുങ്ങള്. സ്വർഗം അവർക്കില്ല, സ്വർഗത്തിന്റെ പരിമളം പോലും ഇല്ല. ആർക്ക് വേണ്ടിയാ പെങ്ങളെ ഈ വേഷം കെട്ടുന്നത്? ഭർത്താവിനെ സന്തോഷിപ്പിക്കാനാണോ? നാട്ടുകാരെ സന്തോഷിപ്പിക്കാനാണോ? കുടുംബത്തെ സന്തോഷിപ്പിക്കാനാണോ? എങ്കിൽ മരിക്കുന്ന നേരത്ത് ഇവര് വക്കാലത്ത് ഏറ്റെടുക്കുമോ? ഖബറിൽ ഇവര് ഉത്തരം പറയാൻ കൂട്ടിനു വരുമോ? മഹ്ശറിൽ അവളെ നരകത്തിലിടല്ല, ഞാൻ പറഞ്ഞിട്ടാണ് അവൾ ഇത് ചെയ്തതെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു പൊന്നു ഭർത്താവ് വരുമോ? ബാപ്പ വരുമോ? ആങ്ങളമാര് വരുമോ? നാട്ടുകാര് വരുമോ? ഫാമിലികളും കുടുംബക്കാരും അല്ലാത്തവരും വരുമോ? ഇല്ല ഇല്ല. നമ്മുടെ കാര്യം പറയാനൊന്നു നമ്മളെ ഉണ്ടാകൂ. നമുക്ക് രക്ഷ വേണോ? ഇസ്ലാം പറഞ്ഞ വേഷത്തിൽ നടന്നോളൂ. ശരീരം മറ്റൊരാളെ ആസ്വദിപ്പിക്കുന്ന വേഷവുമായി പുറത്തിറങ്ങല്ല, അത് ഗൗരവമാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സുമ്മമാരോട് പറയുകയാണ്, നിങ്ങളൊരു പക്ഷേ നല്ല വേഷത്തിൽ, പക്ഷേ നിങ്ങളുടെ പ്രായമെത്തിയ നിങ്ങളുടെ മകളെ വേറൊരു വേഷത്തിൽ പറഞ്ഞേക്കുന്നു കോളേജിലേക്ക്, സ്കൂളിലേക്ക്. അങ്ങനെ ഏത് വേഷമാണെങ്കിലും പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് എവിടെയൊക്കെ മറക്കണം എന്ന് ഇസ്ലാമിന് നിയമമില്ലേ? അത് കേവലം മറഞ്ഞാലും പോരാ, ടൈറ്റ് വസ്ത്രം കൊണ്ടാവരുത്, ലൂസായ വസ്ത്രമാകണം. ഇസ്ലാമിന്റെ നിയമമല്ലേ? നമുക്കത് പേടിയില്ലേ? മുത്ത മുസ്തഫയോട് നമുക്ക് സ്നേഹമില്ലേ? ഇന്നങ്ങ് കണ്ണ് ചിമ്മിക്കഴിഞ്ഞാൽ നമ്മുടെ ജനാസ നാളെ അതാ ഉടനെ തന്നെ ഇന്നോ നാളെയായിട്ട് നമ്മുടെ ശരീരത്തിൽ നമ്മൾ പ്രദർശിപ്പിച്ച ലിപ്സ്റ്റിക് ഇല്ല, പൗഡർ ഇല്ല, കൺമഷിയില്ല, വളയില്ല, മോതിരമില്ല. ചീർത്ത് വീർത്ത ശരീരമാണെങ്കിൽ ആ കൈവള ഊരിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ കത്രിക കൊണ്ടത് മുറിച്ചു നീക്കും. നിന്റെ ചെറുവിരലിൽ 1 ഗ്രാമിന്റെ മോതിരം പോലും ഉണ്ടെങ്കിൽ അതുപോലും മുറിച്ചു നീക്കിയിട്ടേ പെങ്ങളെ മയ്യത്ത് കുളിപ്പിക്കുകയുള്ളൂ. അങ്ങനെ ഏത് വില കൂടിയ എത്രയെത്ര പർദ്ദകളും വസ്ത്രങ്ങളും നീ ഫാഷൻ മാറുന്നതിനനുസരിച്ച് പലവിധത്തിലുള്ള ഫാഷൻ പർദ്ദകൾ 2-3 ആഴ്ചകൾക്കും മാസങ്ങൾക്കും പരിപാടികൾക്കും പ്രോഗ്രാമുകൾക്കും പാർട്ടികൾക്കും കല്യാണങ്ങൾക്കും അതുപോലെയുള്ള പലതിനും വേണ്ടി മാറി മാറി ഉടുത്ത പെണ്ണേ, ആ കഫൻ പുടവയിൽ പൊതിഞ്ഞ് ഖബർസ്ഥാനിലേക്ക് പോകുമ്പോ ഈ ന്യായീകരിച്ചവരാരാ കൂട്ടിനുള്ളത്? ഈ പൊന്നിട്ടവരുന്നവരാരാ കൂട്ടിനുള്ളത്? നിന്റെ അമലല്ലാതെ ഖബറിൽ തുണയുണ്ടോ? ആരെങ്കിലും രക്ഷക്കെത്തുമോ? അതുകൊണ്ട് ശരിക്ക് ശ്രദ്ധിച്ചോളണം ഉമ്മമാരെ കൺട്രോൾ ചെയ്യുന്ന രക്ഷിതാക്കളും ഉപ്പമാരും ശ്രദ്ധിച്ചോളണം. വീടിന്റെ അകത്തളം നന്നാവണം. മൊബൈലുകളും അതുപോലെയുള്ള സംവിധാനങ്ങളും ചീത്തയായ സംവിധാനങ്ങളും അങ്ങനെ പലതും കൊണ്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്ന പല കാലഘട്ടങ്ങളിലും അവയൊക്കെ നല്ലതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കോ. അള്ളാന്റെ ദീന് പ്രചരിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തിക്കോ. ഇസ്ലാമിന് അനുകൂലമായി ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്കിടയിലേക്ക്, ഓ സഹോദരന്മാരെ, നിങ്ങൾ കേട്ടതും കണ്ടതും ഒന്നുമല്ല ഇസ്ലാം. ഇസ്ലാമിന്നതാണെന്ന് പറഞ്ഞ് ഒരു ദിവസം ഒരു മെസ്സേജ് കൊടുക്കാൻ അത് ഉപയോഗപ്പെടുത്തിക്കൂടെ? ഒരു നല്ല കാര്യം മറ്റൊരാൾക്ക് ഫോർവേഡ് ചെയ്തു
ചെയ്തുകൂടെ? അതേ അവസരത്തിൽ മുസ്തഫയുടെ പേരിൽ കള്ളം പറയുന്ന കമ്പനിയുടെ ഒന്നും ഫോർവേഡ് ചെയ്യരുത്. റസൂലുള്ളാന്റെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് മുടിക്കച്ചവടം നടത്തുന്ന ആളുകളുണ്ട്. അവര് മുസ്തഫയുടെ കുടുംബക്കാരാണ്, തങ്ങയാണെന്നാണ് പറയുന്നത്. മുസ്തഫയുടെ മുടിയെന്ന് പറഞ്ഞിട്ട് ബോംബെയിലെ തെരുവീതിയിൽ നിന്നൊരു ജാലിയൻ വാല കൊണ്ടുവന്ന ആ കള്ളമുടിയിട്ട വെള്ളം മുക്കി കുടിപ്പിക്കാനും അത് കുടിപ്പിച്ച് ബോധം കെടുത്തി സമൂഹത്തെ മാറ്റിയിടാനും ഒരു വിഭാഗം ശ്രമിക്കുമ്പോ ഹബീബിനോടുള്ള നമ്മുടെ സ്നേഹം കൊണ്ടാ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റേതല്ലാത്ത ഒരു വസ്തു, അത് നഖമാണെങ്കിലും മുടിയാണെങ്കിലും വടിയാണെങ്കിലും പൊടിയാണെങ്കിലും അവിടുത്തെ വാക്കുകൾ എന്ന പേരിലാണെങ്കിലും ഒന്നും നമ്മൾ ഫോർവേഡ് ചെയ്യരുത്, പ്രചരിപ്പിക്കരുത്. അത് നബി തങ്ങളുടേതാണെന്ന് പറയാനും പാടില്ല. മറിച്ച് അവിടുത്തെ വാക്കുകളെ പ്രചരിപ്പിക്കാവൂ. അവിടുന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് 100 കൂട്ടം കള്ളങ്ങൾ വാട്സപ്പിലൂടെ വരുന്നുണ്ട്, ഫേസ്ബുക്കിലൂടെ വരുന്നുണ്ട്. അതൊന്നും ഫോർവേഡ് ചെയ്യാൻ നിൽക്കണ്ട. കുറ്റമാണ്, കുറ്റമാണ്, കളവിൽ പങ്കുചേർന്ന കുറ്റമാണ്. അള്ളാന്റെ പേരിൽ കള്ളം പറയുന്ന ശിക്ഷയാണ് റസൂലുള്ളാഹിയുടെ പേരിൽ കള്ളം പറയുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത ഒന്ന് അവിടുന്ന് പറഞ്ഞു എന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹ് അങ്ങനെ പറഞ്ഞു കൊടുത്തു എന്നല്ലേ? അപ്പൊ കള്ളം ആരുടെ പേരിലുമായി? അള്ളാന്റെ പേരിലുമായി. അതുകൊണ്ട് ഗൗരവമാണ്. ഇല്ലാത്ത കെട്ടുകഥകൾ വരുമ്പോ അതിന്റെ പിന്നാലെ പോകണ്ട, അതിന്റെ പിന്നാലെ ഒരിക്കലും പോകണ്ട. റസൂലുള്ള കേറി വന്നു, പാട്ട് കേൾക്കാൻ വേണ്ടി വന്നു, മുത്തം തന്നു, ഞാൻ മുത്തുനബിനെ ഉണർച്ചയിൽ തന്നെ കണ്ടു എന്നൊക്കെ കള്ളം പറയുന്ന കമ്പനികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഉന്നതമായ ബർസഖിയായ ലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ അത്യുന്നതമായ പദവിയിലായിക്കൊണ്ട് ജീവിച്ചിരിക്കുകയാണ്. അത് ദുനിയാവിലെ ജീവിതമല്ല. ഇവിടുത്തേക്ക് മുസ്തഫ ഇനി മടങ്ങി വരൂല. അന്ന് ഖബറിന്റെ അകത്തേക്ക് ഖബറടക്കപ്പെട്ട മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇനി നാളെ മഹ്ശറിലേക്കാണ് ഖബറിൽ നിന്ന് പൊട്ടിപ്പിളർന്ന് ആദ്യമായി ഖബറിൽ നിന്ന് പിളർന്ന് പുറത്തേക്ക് വരുന്നയാള് ഞാനായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ പോകുന്നത് മഹ്ശറിലേക്കാണ് പോവുക. അതേ അവസരത്തിൽ ഭൂമിയിലേക്ക് ഇവിടെ വന്നോ, ആലുവയിൽ വന്നോ, മടവൂരിൽ വന്നോ, അങ്ങനെ മർക്കസിൽ വന്നോ, പലയിടത്തും വന്നോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇവർ സ്ഥിരം കാണുകയാണ്. അങ്ങനെ ആരൊക്കെ അള്ളാന്റെ റസൂലാണെന്ന് പറഞ്ഞുകൊണ്ട് കിനാവിലും ഉണർച്ചയിലും ഒക്കെ വരുന്നുണ്ട്. ശൈത്താന് വേറെ പണിയില്ലല്ലോ. അള്ളാന്റെ റസൂലിന്റെ സാക്ഷാൽ രൂപത്തിലെ ശൈത്താന് വരാൻ കഴിയാത്തതുള്ളൂ. വേറെയുള്ള പല വേഷത്തിലും വന്നിട്ട് ഞാൻ മുത്ത് നബിയാണ്, ഞാൻ മുഹീദ്ദീൻ ശൈഖാണ്, ഞാൻ മറ്റേ തങ്ങളാണ് എന്നൊക്കെ ഏത് ശൈത്താനും വന്നിട്ട് പറയാം. അങ്ങനെ പലരും പലതും പറഞ്ഞു നടക്കുമ്പോ അതിന്റെ പിന്നാലെ പോകണ്ട, അത് ഫോർവേഡ് ചെയ്യണ്ട. ഇസ്ലാമികമായ കാര്യങ്ങളിലേക്ക് മടങ്ങി വരിക. ആ അർത്ഥത്തിലുള്ള ഒരവസ്ഥയിലേക്കാണ് നമ്മൾ നീങ്ങേണ്ടത്. ഇസ്ലാം പഠിക്കാൻ വേണ്ടി അനിവാര്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ക്യാമ്പസുകളിലൂടെ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാത്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. മെഡിക്കൽ കോളേജുകളിലൂടെ, എഞ്ചിനീയറിംഗ് കോളേജുകളിലൂടെ, പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ നിങ്ങൾ അടുത്ത മാർച്ച് മാസം 10, 11, 12 തീയതികളിൽ പാലക്കാട്ടേക്ക് പറഞ്ഞേക്കൂ. അവിടെ ഒരു പ്രോഫ്കോൺ മഹത്തായ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ സമ്മേളനം നടക്കാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ പരിചയത്തിൽപ്പെട്ട മക്കളെ നിങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്യണം. ബന്ധപ്പെട്ടവരെ നിങ്ങൾ അതിന് ക്ഷണിക്കണം. അവർക്കും മാർഗദർശനം നൽകണം. അങ്ങനെ എല്ലാ രംഗത്തും ഇസ്ലാമികമായ ചിട്ടയും മര്യാദകളും പാലിക്കുന്നവർ തലമുറ ഈ രാജ്യത്തിന് ഉപകാരമുള്ളവരായി, നാട്ടിന് ഉപകാരമുള്ളവരായി, അവരുടെ പരലോകത്ത് രക്ഷപ്പെടുന്ന നിലക്ക് ഈ ലോകത്ത് വളരട്ടെ. അതിനുവേണ്ടിയാണ് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ. അല്ലാഹുവേ, നീ സ്വീകരിക്കണമേ ഞങ്ങളുടെ കർമ്മങ്ങളെല്ലാം. ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിഫയാക്കണമേ. ഈ പ്രവൃത്തി നീ സ്വീകരിക്കണമേ നാഥ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ يا أرحم الراحمين. اللهم توفنا مسلمين والحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.
ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು. ಸೃಷ್ಟಿಕರ್ತನನ್ನು ಮಾತ್ರ ಆರಾಧಿಸಿರಿ, ಅವನೊಂದಿಗೆ ಮಾತ್ರ ಪ್ರಾರ್ಥಿಸಿರಿ, ಹದೀಸ್ ನಿಷೇಧಿಗಳಾಗದಿರಿ ಎನ್ನುತ್ತಾ ಮಾತನಾಡಿದ ಹುಸೇನ್ ಸಲಫಿಯರಿಗೆ ಜಜಾಕುಮುಲ್ಲಾಹು ಖೈರ್. ಎಲ್ಲ ಸ್ವಯಂ ಸೇವಕರಲ್ಲಿ ವಿನಂತಿ, ಗ್ರೌಂಡ್ ವಾಲಂಟಿಯರ್ಸ್ ಮತ್ತು ಟ್ರಾಫಿಕ್ ವಾಲಂಟಿಯರ್ಸ್ಗಳು ಅಲರ್ಟ್ ಆಗಿ ಟ್ರಾಫಿಕ್ ಕಂಟ್ರೋಲ್ ಮಾಡಬೇಕು. ಗ್ರೌಂಡ್ ವಾಲಂಟಿಯರ್ಸ್ ಮತ್ತು ಟ್ರಾಫಿಕ್ ವಾಲಂಟಿಯರ್ಸ್ಗಳು ಒಟ್ಟು ಸೇರಿ, ಅದೇ ರೀತಿ ಫ್ರೀ ಆಗಿರುವಂತಹ ಎಲ್ಲ ವಾಲಂಟಿಯರ್ಸ್ಗಳು ಸೇರಿ ಟ್ರಾಫಿಕ್ ಕಂಟ್ರೋಲ್ ಮಾಡಬೇಕು. ಎಲ್ಲ ಸಹೋದರರು ಇಲ್ಲಿಂದ ಹೋಗುವಂತಹ ಸಂದರ್ಭದಲ್ಲಿ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಉಂಟಾದಂತಹ ಲಕ್ಷಗಟ್ಟಲೆ ಖರ್ಚಲ್ಲಿ ತಾವು ಭಾಗಿಗಳಾಗಿರಿ, ತಮ್ಮಿಂದಾದ ಗರಿಷ್ಠ ಸಹಾಯವನ್ನು ನೀಡಿ ಇಲ್ಲಿಂದ ಹೊರಡಿರಿ. ಈಗ ಅಂತಿಮವಾಗಿ ಈ ಕಾರ್ಯಕ್ರಮದ ಧನ್ಯವಾದ ಸಮರ್ಪಣೆಗೆ ಇಜಾಜ್ ಸೊಲಾಹಿ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹ್. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹ್.